തത്ര ലബ്ധപദം ചിത്തം ആകൃഷ്യവ്യോം നിധാരയേ തച്ചത്യക്വാ മദാരോഹോ ന കിഞ്ചിദപി ചിന്തയേത്. ഈശ്വരീയമായ വിഷയങ്ങളാണല്ലോ നാം ചർച്ച ചെയ്യുന്നത്. ഈശ്വരനോട് നമുക്ക് തോന്നേണ്ടതായ മനോഭാവം ഭക്തിയാണ്. അപ്പം ഭക്തിധർമ്മം എന്ന് പറയാം. ഈശ്വരനെ സംബന്ധിച്ച് എന്ത് അനുഷ്ഠാനങ്ങൾ നാം നടത്തുന്നുണ്ടെങ്കിലും അതിൽ ഒഴിച്ചുകൂടാത്ത ഒരു ഭാഗമാണ് ധ്യാനം എന്ന് പറയുന്നത്. പലരും ധ്യാനിക്കാൻ പുറപ്പെടാറില്ല, അതിൽ താല്പര്യമില്ല, ശക്തിയില്ല എന്ന് പറയും. എനിക്ക് ധ്യാനിച്ചാൽ മനസ്സ് നിൽക്കണില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പക്ഷേ ഈ ധ്യാനമില്ലാതെ ഈശ്വര മണ്ഡലത്തിൽ എന്തെങ്കിലും ഒന്ന് ഫലപ്രദമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവസാന വാക്ക് ഇല്ല എന്നാണ്. നമുക്ക് പല വിധത്തിലുള്ള നിഷ്ഠകളും ആചരണങ്ങളുമുണ്ട്. എന്തൊക്കെയാ? പൂജകളുണ്ട്, ജപങ്ങളുണ്ട്, സ്തുതികളുണ്ട്, കീർത്തനങ്ങളുണ്ട്, യജ്ഞയാഗാദികളുണ്ട്. ഏകാദശി മുതലായ ദിവസം ഉപവാസം അനുഷ്ഠിക്കും, സ്വാധ്യായം നടത്തുക എന്നൊന്നുണ്ട്, മൗനം ശീലിക്കുക, പ്രദക്ഷിണം, നമസ്കാരം എന്ന് തുടങ്ങി എന്തൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. ഇതൊക്കെ ശരിയാ, കുട്ടികളെയൊക്കെ അതല്ലേ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ല മുതിർന്നവരെയും തന്നെ. പക്ഷേ ഇതൊക്കെ ഒരു ഉപോദ്ബലകമാണ്, മാധ്യമമാണ്, അടിസ്ഥാനപരമായ പടികളാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ എത്രയും വേഗം ധ്യാനം എന്ന് പറയുന്ന ആ മണ്ഡലത്തിൽ, ആ പതനത്തിൽ നമ്മൾ എത്തിച്ചേരണം. ആ ധ്യാനത്തിനെ പറ്റി വിവരിച്ചു കൊടുക്കുകയാണ് ആര്? കൃഷ്ണൻ ഉദ്ധവനോട്. ഉദ്ധവനാണല്ലോ ചോദിച്ചത് എങ്ങനെ ധ്യാനിക്കണമെന്ന്. അപ്പം അതിൽ നമ്മൾ എവിടം വരെ എത്തി? ഈ ധ്യാനം എന്ന് പറയുന്നത് മനസ്സിൽ സങ്കുചിതത്വം നീങ്ങി, അതിൻ്റെ ആ ഇടുക്കമുണ്ടല്ലോ, ആ ഇടുക്കമൊക്കെ നീങ്ങി ഭഗവാനെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. ഭഗവാൻ എങ്ങനത്തെ ആളാ? സർവവ്യാപിയാണ് അദ്ദേഹം. അപ്പം സർവവ്യാപകമായ ഒരു സാന്നിധ്യത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് സങ്കുചിതമായാൽ പറ്റുമോ? പറ്റില്ല. കാര്യം മഹാവിഷ്ണുവിനൊരു രൂപമുണ്ട്, പരമകല്യാണ നിധിയാണ് അദ്ദേഹം. ആ രൂപത്തിനെയാണ് ശുദ്ധസത്വമൂർത്തി എന്ന് പറയുന്നത്. ശംഖചക്ര ഗദാ പദ്മങ്ങളോടുകൂടി എന്ന് ഭക്തന്മാർ വളരെ ആവേശപൂർവം വിവരിക്കാറുണ്ട്. ആ ചതുർഭുജധാരി ശംഖചക്ര ഗദാ പദ്മങ്ങളോടുകൂടിയ ശ്രീവത്സമുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ രൂപം ഒതുങ്ങിയതും ഇടുങ്ങിയതുമാണ്. അത് ഭഗവാനെയാണ്, ഈശ്വരനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഈശ്വരൻ സർവവ്യാപിയാണ്. അപ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള ധ്യാനം എത്രയും വേഗം ആ സർവവ്യാപിത്വം എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്തണം. നമ്മുടെ മനസ്സങ്ങോട്ട് ചെല്ലണം. നിങ്ങൾ ആരെങ്കിലും ഇത് ചിന്തിക്കാറുണ്ടോ? എല്ലാവരും ഈശ്വരൻ എന്ന് പറഞ്ഞൊരു പടം എടുത്തു വയ്ക്കും. ചിലപ്പോൾ നമ്മൾ പത്മം ഇട്ടിട്ടാണ് പൂജിക്കുക, ചിലപ്പോൾ വിഗ്രഹങ്ങളാവും നമ്മുടെ കയ്യിൽ. ശ്രീചക്രം എന്നൊക്കെ പറഞ്ഞ് പൂജിക്കാറുണ്ടല്ലോ. ഇതൊക്കെ പ്രതീകങ്ങളാണ്. ആരുടെ പ്രതീകം? ഭഗവാന്റെ പ്രതീകം. ഈശ്വരൻ എന്ന് പറയുന്നതോ ഈ പറയുന്നതിലൊന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല. അദ്ദേഹം ഭൂമിയിലും സമുദ്രത്തിലും കാറ്റിലും എല്ലാ വിധത്തിലുള്ള ഊർജങ്ങളിലും, അഗ്നി തുടങ്ങി ആകാശത്തിലും വ്യാപിച്ചിരിക്കുന്ന ഒരു വിശേഷപ്പെട്ട സത്താവിശേഷമാണ്. ആ സത്താവിശേഷത്തെ ധ്യാനിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. തുടങ്ങുന്നതോ രൂപധ്യാനത്തിൽ നിന്നാണ്. ആ രൂപധ്യാനത്തിൽ നിന്ന് തുടങ്ങി മഹാവിഷ്ണുവിൻ്റെ സുന്ദരം സുമുഖമെല്ലാം വിവരിച്ച് പൂർണ്ണ ശരീരത്തിൽ മനസ്സ് പതിയണം, പതിപ്പിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കൃഷ്ണൻ എത്ര സമർത്ഥമായി പറയുന്നു. ആ ശരീരത്തിൻ്റെ അംഗോപാംഗങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ എടുത്ത് ചുരുക്കി കൊണ്ടുവന്ന് സുസ്മിതം ഭാവയേൻ മുഖം, ആ പുഞ്ചിരിയോടുകൂടിയിരിക്കുന്ന മുഖത്തിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ഏകീകരണം. അത് കഴിഞ്ഞാലോ അവിടെ നിർത്തരുത് എന്ന് പറയുന്നു. ഇതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾ ആരെങ്കിലും ഇത് ശ്രദ്ധിക്കാറുണ്ടോ? എല്ലാവർക്കും ചതുർഭുജധാരിയെ വേണം. എന്നിട്ട് എന്ത് ചെയ്യും നിങ്ങൾ? ചതുർഭുജധാരി എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിലൂടെ നമുക്ക് എത്തേണ്ട സ്ഥലം എവിടെയാ? നിങ്ങൾ തന്നെ ആലോചിക്കൂ. സർവവ്യാപിത്വമാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ആ സർവവ്യാപിത്വം എന്ന് പറയുന്ന ആശയം മനസ്സിൽ ഉറയ്ക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഭഗവത് ഭജനമോ ഭഗവത് പ്രാപണമോ എങ്ങനെയാ അർത്ഥവത്താകുക? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ശ്രീകൃഷ്ണൻ ഈ ഭാഗം വളരെ സ്പഷ്ടമായിട്ടാണ് പറയുന്നത്. തത്ര ലബ്ധപദം ചിത്തം ആകൃഷ്യ. അദ്ദേഹം പറയാണ്, ആ പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള മുഖത്തിൽ മനസ്സ് ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയാക്കിക്കോളൂ, മനസ്സിനെ അവിടുന്ന് എടുക്കണം. എടുത്തിട്ടോ ആകാശത്തിൽ അങ്ങോട്ട് വിനിയോഗിക്കണം, ചെലുത്തണം. ആകാശത്തിൽ ചെലുത്തി കഴിഞ്ഞാൽ ഈ ആകാശം എന്ന് പറയുന്നത് എന്താ? അതിനൊരു രൂപമില്ല, ഒരു നിറമില്ല, ഒരു മണമില്ല, ഒരു ഗുണമില്ല. കാറ്റാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ വന്ന് തട്ടുമ്പോൾ ആ സ്പർശം കൊണ്ട് നമുക്ക് കാറ്റ് അനങ്ങണത് കാണാം.
അല്ല, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇലയുടെ കൊമ്പും ചില്ലയൊക്കെ ഇലയൊക്കെ ഇളകും. അപ്പോൾ അതിൽ കാറ്റുണ്ട്. മന്ദമാരുതനാണെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ ആകാശത്തിനെ എങ്ങനെ കണ്ടുപിടിക്കും? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ളതായ ദൂരം, അതാണ് സ്ഥലം, അതാണ് ആകാശം. ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ ആ വസ്തുക്കൾ തമ്മിൽ ഒരു സ്ഥല വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഒന്നിൻ്റെ മീതെ ഒന്ന് വെച്ചാലും ഒന്ന് താഴത്തും പിന്നെ ഒന്ന് മീതെയുമാണെന്ന് സ്ഥല വ്യത്യാസം നമുക്ക് സൂചിപ്പിച്ച് പറയാം. ഈ സ്ഥലം, അതാണ് ഈ ആകാശം എന്ന് പറയുന്നത്. അപ്പം ആകാശം കാണാൻ പറ്റില്ലെങ്കിലും അങ്ങനെ ഒന്നും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രാത്രി കാലങ്ങളിൽ തെളിഞ്ഞ ആകാശത്തിൽ മുകളിലേക്ക് നോക്കൂ, എത്ര നക്ഷത്രങ്ങളാണ് ഉണ്ടാവുക. ഓരോ നക്ഷത്രവും ഇനി ഒന്നിൽ നിന്ന് അകലെയാണ്, കുറച്ച് ദൂരമുണ്ടാവും. അങ്ങനെ കോടാനുകോടി നക്ഷത്രത്തിൽ ഉൾക്കൊള്ളുന്നതായ സ്ഥലം പരിമിതമോ അതോ അനന്തമോ? അനന്തമാണ്. ആ അനന്തമായിരിക്കുന്ന ആകാശത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ വിനിയോഗിക്കണം. എന്നിട്ടോ അത് കഴിഞ്ഞാലോ? അപ്പം നമുക്കവിടെ രൂപവുമില്ല, മണവുമില്ല, ഗുണവുമില്ല. അങ്ങനെ ഒരു വിസ്താരത്തിലായി മനസ്സ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കാര്യം നടന്നു. എന്താ പിന്നെ അദ്ദേഹം പറയുന്നത്? ന കിഞ്ചിതപി ചിന്തയേ. പിന്നെ അവിടെ ചിന്തിക്കരുത്. ആകാശം എന്നുള്ള ഭാവന പോലും മനസ്സിൽ നിന്ന് പോകണം. അപ്പം പടിപ്പടിയായി കൊണ്ടുവന്ന് രൂപധ്യാനം, ചതുർഭുജധാരി ധ്യാനം, സർവാംഗധ്യാനം, അത് കഴിഞ്ഞ് മുഖധ്യാനം, മുഖത്തിൽ നിന്ന് വിട്ട് ആകാശധ്യാനം. ആകാശത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ മനസ്സിലേക്ക് പ്രവേശിച്ച് ചിന്തിക്കുക എന്നുള്ള, ഭാവിക്കുക എന്നുള്ളത്, അത് രണ്ടും അങ്ങോട്ട് നിർത്തുക. തത്ര ലബ്ധപദം ചിത്തം ആകൃഷ്യ വ്യോംനിധാരയേ തച്ഛത്യക്ത്വാ മദാരോഹോ ന കിഞ്ചിദപി ചിന്തയേത്. ഇത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുവോ? പ്രേക്ഷകരെ, നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ന കിഞ്ചിദപി ചിന്തയേത്, ന കിഞ്ചിത് അപി ചിന്തയേത്. ഈ 4 വാക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സർവ്വ ആൾക്കാരോടും വിളിച്ചു പറഞ്ഞോളൂ. ഈശ്വരനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ നൈശ്ചല്യം കൊണ്ടുവരിക എന്നാണ് അർത്ഥം. ചിന്തിക്കുന്ന മനസ്സിനെ, ആ ചിന്തിക്കുന്ന സ്വഭാവം, വിചിന്തനം എന്ന് പറയുന്ന പ്രക്രിയ നിർത്തി ചിന്തിക്കാതെ ആക്കി തീർക്കാനുള്ള ഒരു വഴിയാണ് ഈ രൂപധ്യാനം, ശബ്ദധ്യാനം എന്ന് പറയുന്നതൊക്കെ. ഇതിന് സമാന്തരമായി ഭഗവത്ഗീതയിൽ പറയുന്നത് നോക്കൂ. എന്താ അവിടെ രംഗം? ഇവിടെ ദ്വാരകയിൽ തൻ്റെ കൃത്യങ്ങളൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം വിശ്രമിക്കുന്ന സമയത്താണ് ബ്രഹ്മാവ് വന്നത്. ബ്രഹ്മാവ് മടങ്ങി വരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോടാവാം, പക്ഷേ ഇന്നത് ചെയ്ത് മടങ്ങി വരാം എന്ന് പറഞ്ഞയച്ചത്. അപ്പോഴാണ് ഉദ്ധവൻ ചെന്നത്. അപ്പോൾ സമുദ്രത്തിൻ്റെ ഉള്ളിൽ കെട്ടിയ ദ്വാരകാ രാജധാനിയിൽ ഉദ്ധവനും കൃഷ്ണനും മാത്രമായിരുന്ന് സമാധാനാന്തരീക്ഷത്തിൽ സംസാരിക്കുക. അവിടെ യുദ്ധകാഹളങ്ങൾ ഇരുഭാഗങ്ങളും മുഴക്കിക്കഴിഞ്ഞു. അസ്ത്രം പ്രവൃത്തേ ശസ്ത്രസമ്പാദേ. ആ അസ്ത്രശസ്ത്രങ്ങൾ പ്രയോഗിക്കണം, അത് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞു. ആ സമയത്താണ് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞത്, എനിക്ക് സൈന്യത്തെ ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി നിർത്തി. അവിടെ പോയപ്പോഴാണ് സപ്തനാഡികളും തളർന്നത്. മുഖത്തിൽ ഉമിനീരില്ല സംസാരിക്കാൻ. ഗാണ്ഡീവം താഴത്തും വീണു. അർജുനനെ അവിടുന്ന് ഉയർത്തണം. 18 ദിവസം നടക്കാൻ പോകുന്ന യുദ്ധമാണ്. യുദ്ധകാഹളം കഴിഞ്ഞു. ഇനിയിപ്പോൾ എവിടെയാ സമയം? പരമാവധി ഈ സംസാരിക്കാൻ എടുക്കുന്ന സമയം വരെ പടയാളികൾ മിണ്ടാതിരിക്കും. ആ 2.5 മണിക്കൂർ നേരം വളരെ ത്വരിതമായി വേഗമായി സംസാരിച്ചു കൃഷ്ണൻ. ആ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ 18 അധ്യായമാണതിൽ. ആ 18-ലെ 6-ാമത്തെ അധ്യായത്തിലാണ് കൃഷ്ണൻ ധ്യാനത്തിനെ പറ്റി പറയുന്നത്. ഏതിനു ശേഷം? സാഖ്യയോഗം എന്ന് പറയുന്ന തത്വവിചാര മാർഗം, കർമ്മയോഗം എന്ന് പറയുന്ന കർമ്മത്തോടുകൂടി സമഭാവത്തോടുകൂടി പ്രവർത്തിക്കുക, സമദുഃഖ സുഖനായി സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ, സിദ്ധിയിലും അസിദ്ധിയിലും സമമനസ്ഥിതിയോടുകൂടി പ്രവൃത്തികളെല്ലാം ചെയ്യണം എന്ന് പറയുന്നതാണ് കർമ്മയോഗം. ഇതൊക്കെ പറഞ്ഞാലും ധ്യാനിക്കുന്നവന് മാത്രമേ ഇത് അർത്ഥമാവുള്ളൂ, പ്രയോഗക്ഷമമാവുള്ളൂ എന്ന് വിചാരിച്ച് ധ്യാനത്തിനെയും വർണ്ണിച്ചു കൊടുക്കുക. ആ ധ്യാനം എങ്ങനെയാ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കൃഷ്ണനാണല്ലോ ഇവിടെ ഉദ്ധവനോട് സംസാരിക്കുന്നത്. അതേ കൃഷ്ണൻ അർജുനനോട് സംസാരിച്ചു കൊല്ലങ്ങൾ മുൻപ്. അന്ന് കൃഷ്ണനും വയസ്സ് കുറവാണ്, അർജുനനും മധ്യവയസ്കനാണ്. ഇവിടെ കൃഷ്ണന് 125 വയസ്സ്, സമാന്തരമായി ഉദ്ധവനും വയസ്സായി. അപ്പോൾ ഇവിടെ സംസാരിക്കുന്ന കൃഷ്ണൻ, അവിടെ സംസാരിക്കുന്ന കൃഷ്ണൻ, അവിടുത്തെ ചുറ്റുപാട് സംഘർഷപൂരിതമാണ്, ഇവിടെയോ സമാധാനപൂരിതമാണ്. അതിൽ സംസാരിക്കുന്നത് എന്താ? കേട്ടോളൂ. വളരെ ഉത്തമൻ, അത്യുത്തമനായിരിക്കുന്ന ഭക്തനാണ്, സമീപവാസിയാണ്, തന്നെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ആളാണ്. താൻ കഴിച്ച് വിട്ടുപോയ ആ ഉച്ഛിഷ്ടം ഭുജിച്ചുകൊണ്ട് ഉടുത്ത് അഴിച്ചിട്ട വസ്ത്രം ധരിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്ധവൻ. അർജുനനോ അങ്ങനെയല്ല, യുവത്വത്തിൽ തിളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും
ആ അർജുനനോട് ധ്യാനത്തിനെ പറ്റി പറയുകയും ചെയ്തു, അത് വിശദമാക്കുകയും ചെയ്തു. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലരും ഗീതയിൽ ഇങ്ങനെ ഒരു ധ്യാനമുറയുണ്ടെന്നുള്ളത് അറിയും കൂടി ചെയ്യില്ല. ശുചൗദേശേ പ്രതിഷ്ഠാപ്യ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അവസാനം ചെന്നെത്തിയതോ നിങ്ങൾക്ക് തന്നെ അറിയാൻ ഞാൻ പറഞ്ഞു തരാം. ശുചൗദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ഛ്രുതം നാതിനീചം ചൈലാജിന കുശോത്തരം തത്രൈകാഗ്രം മനഃ കൃത്വാ യതചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗം ആത്മവിശുദ്ധയേ. അർജുന, എവിടെയാ സംസാരം നടക്കുന്നത്? പടക്കളത്തിൽ. കൃഷ്ണന്റെ കയ്യിൽ 5 കുതിരയുടെ കടിഞ്ഞാണ. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അർജുനനെ പിന്നാക്കം നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ക്ഷീണിച്ച് പരവശനായി ഗതി കെട്ടിയിരിക്കുകയാണ് അർജുനൻ, വില്ലാളി വീരൻ. അദ്ദേഹത്തിന് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. നല്ലൊരു സ്ഥലം, വൃത്തിയായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ ഒരു ആസനം തയ്യാറാക്കുക. അതെങ്ങനെയാ? നിലദാനം വിട്ട് അധികം പൊന്തുവരുത്, താഴുവരുത്. വാസ്തവത്തിൽ ഇപ്പോൾ ഒരു 2 അടി ഉയരത്തിൽ ഇവിടെ വന്നിരുന്നാൽ ആ ധ്യാനം അങ്ങനെ നന്നാവില്ല. നമ്മൾക്ക് നോക്കുമ്പോൾ എല്ലാം ഒരു അടുപ്പത്തോടും സമഞ്ജസമായി തോന്നണം. അപ്പം നാത്യുച്ഛ്രുതം നാതിനീചം ചൈലാജിന കുശോത്തരം. ആദ്യമായിട്ട് കുശപ്പുല്ല് വിരിക്കുക. ഈ കുശപ്പുല്ലിൽ ചെതള് പിടിക്കില്ല. ഈ കാട്ടിലും പരിസരങ്ങളിലൊക്കെ ചെതള് ധാരാളമാണല്ലോ. സാധാരണ ഇലയൊക്കെ വീണ് ചീഞ്ഞുകൊണ്ടിരിക്കും. എവിടെ നോക്കിയാലും ചെതളുണ്ടാവും. അപ്പോൾ കുശപ്പുല്ല് അവിടെ വിരിച്ചു, ദർഭ. അതിൻ്റെ മുകളിൽ പുലിയുടെയോ അല്ലെങ്കിൽ മാനിൻ്റെയോ ഒരു തോല്, അതിൻ്റെ മുകളിലോ ഒരു ചേല, ഒരു വസ്ത്രം. ഇത്രയും ആയാൽ ഒരുവിധം പതുപ്പോടു കൂടി നമുക്ക് ഇരിക്കാൻ പറ്റും. ചൈലാജിന കുശോത്തരം തത്രൈകാഗ്രം മനഃ കൃത്വാ. അവിടെ ചെന്ന് ഇരിക്കണത് എന്തിനാ? ഒന്നും പ്രവർത്തിക്കാനല്ല. അതുവരെയുള്ളതൊക്കെ പ്രവൃത്തിയും ചലനവും അനക്കമൊക്കെയാണ്. ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. പ്രവൃത്തികളൊക്കെ നിർത്തുക. ശരീരത്തിൻ്റെ ചലനങ്ങളോ ഗമനങ്ങളോ നിർത്തുക. മനസ്സിൻ്റെ സ്പന്ദനങ്ങളിലേക്കാകണം നമ്മുടെ ശ്രദ്ധയും പ്രവേശവും. അപ്പോൾ ഉൾപ്രവേശത്തിന് വേണ്ടിയിട്ടാണ് ഈ ധ്യാനിക്കുന്നത്. ചിലവർ ധ്യാനിക്കാനിരുന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് കണ്ണ് തുറന്നൊരു പടത്തിൻ്റെ മുകളിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതെന്താ? അത് ധ്യാനിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനാണ്. അപ്പം കണ്ണടച്ചിട്ടാണ് ധ്യാനിക്കുക. തത്രൈകാഗ്രം മനഃ കൃത്വാ യതചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗം ആത്മവിശുദ്ധയേ. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം പ്രവർത്തനരഹിതമാക്കാനുള്ള സ്പെസിഫിക്, തികച്ചും അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി യോഗാഭ്യാസം ചെയ്യണം. എന്തിനാ യോഗാഭ്യാസം? വളരെ വ്യക്തമാക്കുന്നുണ്ട്. ആത്മവിശുദ്ധയേ. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ബിംബത്തെയോ വിഗ്രഹത്തെയോ നോക്കി എന്തെങ്കിലും പ്രത്യേകമായ ഒരു പ്രാർത്ഥനയോ അനുഗ്രഹമോ ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധി പൊളിഞ്ഞു. ആത്മവിശുദ്ധിക്ക് വേണ്ടിയാണ് ഭജിക്കണത് എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ മുൻപിൽ ഒരു പ്രാർത്ഥനയും നിങ്ങൾ നിരത്തരുത്. നിരത്തിയാൽ നിങ്ങൾ അശുദ്ധമായി. ഭഗവാന്റെ സ്വയം ആ നിലയുണ്ടല്ലോ, അതിന് ഹാനിയും വന്നു. സർവജ്ഞനായിരിക്കുന്ന ഭഗവാനെ, അങ്ങയ്ക്ക് എൻ്റെ കാര്യം ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സർവജ്ഞത്വം എവിടെ പോയി? അപ്പം മിണ്ടരുത്. എന്നാൽ എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കാറില്ലേ? ഉവ്വ്. എന്താ കാരണം? അജ്ഞാനം, അറിവില്ലായ്മ, വിഡ്ഢിത്തം, മൂഢത്വം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ തോന്നണത്? എല്ലാവരും മൂഢന്മാരാ, എല്ലാവരും അറിവുള്ളവരൊന്നുമല്ല. അറിവുണ്ടെന്ന് പറയുന്നവർക്ക് അറിഞ്ഞത് കുറവും അറിയാനുള്ളത് കൂടുതലാണ് എപ്പോഴും. അപ്പോൾ എല്ലാവരിലും പ്രമൂഢതയുണ്ട് കുറച്ച്. എല്ലാവരും അങ്ങനെ തന്നെയാണ്, അല്ലാന്നൊന്നും വിചാരിക്കണ്ട. അപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇരുന്നിട്ട് എന്തു വേണം? സമം കായശിരോഗ്രീവം ധാരയൻ അചലം സ്ഥിരഃ. സമം കായശിരോഗ്രീവം, നമ്മുടെ നട്ടലിലുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, അതാണ് ഉടൽ. ആ ഉടലും കഴുത്തും തലയും ഒരേ ലൈനിൽ നിർത്തണം. സാധാരണ അങ്ങനെ നിർത്താറില്ല. നമ്മൾ വായിക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയാണ് വായിക്കുക. ആരും ഇങ്ങനെ വായിക്കാറില്ല. നടക്കുമ്പോൾ പോലും ഇങ്ങനെ താഴത്ത് നോക്കിയിട്ടാണ് നടക്കുക. ഞാൻ പറയും ഭൂമിക്ക് പാരലായി നോക്കി നടക്കുമെന്ന്. അപ്പോൾ ദൂരത്തുള്ളത് കണ്ടാൽ മതി, തൊട്ടടുത്തുള്ളതല്ല. അത് മുമ്പേ കണ്ട് 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 നീങ്ങണം. ഇങ്ങനെ നോക്കി നടക്കരുത്. സമം കായ ശിരോഗ്രീവം ധാരയൻ അചലം സ്ഥിരഃ. അങ്ങനെ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ആടരുത്. ഇങ്ങനെ ആടിയാലും ഈ സ്ട്രെയിറ്റ് ലൈനിന് മാറ്റം വരണില്ല. അപ്പം അചലം സ്ഥിരഃ. അപ്പം സ്ഥിരമായി അനങ്ങാതെ ഇരിക്കാൻ സാധിക്കണം. സംപ്രേക്ഷ്യനാസികാഗ്രം സ്വം. കൃഷ്ണൻ ഇവിടെ പറഞ്ഞത് തന്നെയാണ്, ഉദ്ധവനോട് പറയുന്ന പോലെയാണ്. നാസിക മൂക്ക്, അതിൻ്റെ അഗ്രം ഇവിടെ, അല്ലെങ്കിൽ ദാ ഈ ഭാഗം. ഒന്ന് ഭ്രൂമധ്യം. ഈ ഭ്രൂമധ്യം എന്ന് പറഞ്ഞാൽ എന്താ?
മൂക്കിൻ്റെ മുകൾ ഭാഗം അവസാനിക്കുന്ന സ്ഥലം. ഒന്നിലോ ഇങ്ങനെ, അല്ലെങ്കിലോ ഇങ്ങനെ. സംപ്രേക്ഷ്യനാസികാഗ്രം സ്വം ദിശശ്ച അനവലോകയൻ. 4 ഭാഗത്തും നോക്കുവരുത്. ഇടയിലിടയിൽ മൂക്കിന് അങ്ങനെ നോക്കരുത്. മൂക്കിൻ്റെ തുമ്പിൽ നോക്കുക എന്ന് പറയുമ്പോൾ ബാക്കിയൊന്നും കാണാതെ ഇരിക്കാനുള്ള വഴിയാണ്. പ്രശാന്താത്മാ വിഗതഭീഹി ബ്രഹ്മചാരി വ്രതേ സ്ഥിത. പ്രശാന്താത്മാ, മനസ്സിൽ ഒരു ക്ഷോഭവും ഒരു കുലുക്കവും അനാവശ്യമായിരിക്കുന്ന ഒരു വാഞ്ചയോ ഒന്നും ഉണ്ടാവണ്ട. മിണ്ടാതെ ഇരുന്നോളൂ. നമ്മൾ അത്ര നാളും ലോകത്തിൽ ജീവിക്കുകയാണ്. ഈശ്വരൻ എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ നിന്ന് അകന്നിട്ടുള്ളതാണ് ഈ ലൗകിക ജീവിതം. ഇവിടെയോ ആ ലൗകിക ജീവിതത്തെ താത്കാലികമായെങ്കിലും നിർത്തി ഈശ്വരൻ എന്നുള്ള സങ്കല്പത്തിലും ഭാവനയിലും നാം അങ്ങോട്ട് മുങ്ങാൻ പുറപ്പെടുക. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനേ ഉള്ളൂ. ഒരു വേവലാതിക്കും അവിടെ സ്ഥാനമില്ല. വിഗതഭീഹി, ഭയപ്പെടരുത്. എന്താ കാരണം? ഈശ്വരനെ ഇടയ്ക്കിടയ്ക്കും അകന്നിരുന്നും കണ്ടും കാണാതെയും ഉപാസിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോഴോ ആ ഈശ്വരനെ ഏകാഗ്രമാക്കി നമ്മുടെ ഉള്ളിൽ 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 പ്രതിഷ്ഠിക്കാനുള്ള ഒരു പുറപ്പാടാണ്. അപ്പോൾ ഒരു പുണ്യകർമ്മം, ഒരു ഭക്തിനിഷ്ഠ എന്നുള്ള നിലയ്ക്ക് അങ്ങേ അറ്റത്ത് നിൽക്കുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? ബ്രഹ്മചാരി വ്രതേ സ്ഥിത. ബ്രഹ്മചാരി വ്രതേ സ്ഥിത എന്നുള്ളതിന് എന്താ അർത്ഥം? ഗൃഹസ്ഥന്മാരൊക്കെ വാതിലടച്ചൊക്കെ ധ്യാനിക്കാൻ പോകുന്ന സമയത്ത് അവർ വാസ്തവത്തിൽ ബ്രഹ്മചാരികൾ തന്നെയല്ലേ? ബ്രഹ്മചാരിക്ക് 2 അർത്ഥമാണ്. ബ്രഹ്മം എന്നുള്ള ആ സങ്കല്പം അല്ലെങ്കിൽ ആ ലക്ഷ്യം, അതിലേക്ക് വേണ്ടി പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ആ വിവാഹിതത്വം പരിപൂർണമായി കൊണ്ടു നടക്കുന്നവർ, അതിൽ ഉറച്ചിരുന്ന് മനസ്സംയമ്യമച്ചിത്തോ യുക്ത ആസീതമത്പര. മനഃ സംയമ്യ, മനസ്സിനെ വേണ്ടതുപോലെ സംയമനം ചെയ്യണം. എന്താ ഈ സംയമനം? അതിങ്ങനെ ആലപായും പല വിധത്തിലുള്ള ബഹുമുഖ ചിന്തകൾ പുറപ്പെടും. ആ ബഹുമുഖ ചിന്തകളും ആലപാച്ചിലും ഒക്കെ നിർത്തി ഈശ്വര ഈശ്വര എന്നുള്ളൊരു വിചാരം മാത്രമായി അതിൽ ഉറച്ചു നിൽക്കുക. മച്ചിത്ത, മനസ്സിനെ ഞാനാക്കി തീർക്കണം, ഞാൻ മയമാക്കി തീർക്കണം, ഈശ്വരമയമാകണം ചിത്തം. യുക്ത ആസീതമത്പര. ഇതെങ്ങനെ സാധിക്കും? ഈശ്വരനാണ് പരമം. പരമം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനമോ മുഖ്യമോ ഒഴിച്ചുകൂടാത്തതോ ആയിട്ടുള്ളത് എന്താന്ന് ചോദിച്ചാൽ ഈശ്വരൻ. അച്ഛനാണ്, അമ്മയാണ്, ഭർത്താവാണ്, ഭാര്യയാണ്, മക്കളാണ്, അതൊന്നും പറയാൻ പറ്റില്ല. ഈശ്വരൻ തന്നെയാണ് പരം. പരം എന്ന് പറഞ്ഞാലോ സുപ്രീം എന്നാണ് അതിനർത്ഥം. അപ്പോൾ മത്പരനായി യുഞ്ജന്നേവം സദാത്മാനം യോഗീ നിയതമാനസഃ ശാന്തിം നിർവാണപരമാം മത്സംസ്ഥാമധിഗച്ഛതി. ഇവിടെ എവിടെയാ വല്ല രൂപം പറയുണ്ടായോ അർജുനോട്? ചതുർഭുജധാരി, ശംഖചക്രഗദാപത്മം, അംഗോപാംഗങ്ങളെല്ലാം കാണണം, മുഖത്തിലേക്ക് പിൻവലിക്കണം എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ എല്ലാ സമയത്തും തൻ്റെ ഉള്ളിൻ്റെ ഉള്ളെ നമ്മുടെ മനസ്സിനെ അങ്ങനെ യോജിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ നിർവാണപരമാം മത്സംസ്ഥാം ശാന്തിം അധിഗച്ഛതി. നിർവാണം എന്ന് പറയുന്ന ശാന്തി അത് എവിടുന്നാ വരുന്നത്? പരമാത്മാവായ പരമേശ്വരനിൽ നിന്ന് നിർഗളിക്കുന്നതാണത്. ആ ശാന്തി ആ യോഗം അഭ്യസിക്കുന്നവന് കിട്ടും. ഇതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചുവല്ലോ. ഇത് ഒരു സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ എന്തുണ്ട്? ആസനമുണ്ട്, അതിൽ ശരിക്കും ഇരിക്കലുണ്ട്, ശരീരത്തിനെ നിവർത്തി പിടിക്കലുണ്ട്, എന്നിട്ടോ മൂക്കിൻ്റെ തുമ്പത്ത് നോക്കലുണ്ട്. ഇതൊക്കെ ഫിസിക്കലായിട്ട് ഭൗതികവും ഗ്രോസ് ആയിട്ടുള്ള ചില ലക്ഷണങ്ങളാണ്. അടുത്ത അദ്ദേഹം പറയുന്നത് എന്താ? സങ്കല്പപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാൻ അശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ. ഇപ്പം ഈ 2ാമത്തെ സ്റ്റേജ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എന്ന് പലരും അറിയാറും കൂടിയില്ല. ഇവിടെ അദ്ദേഹം ആസനങ്ങളെ പറ്റി പറയുന്നില്ല, മൂക്കിൻ്റെ തുമ്പ് നോക്കുന്നതിനെ പറ്റി പറയില്ല. നമ്മൾ ഈ ആസനം ഉണ്ടാക്കുന്നതും ഇരിക്കുന്നതും മൂക്കിൻ്റെ തുമ്പ് നോക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിൽ പ്രവേശിച്ച് മനസ്സിന് ഒരു ആക്സസ് കിട്ടണം, എന്നിട്ട് അതിനെ നിയന്ത്രിക്കാനാണ്. ഇവിടെ പറയുകയാണ് അദ്ദേഹം, മനസ്സ് സങ്കല്പത്താലും ആഗ്രഹങ്ങളാലും പ്രവർത്തിക്കുന്നതാണ്. അപ്പം സങ്കല്പപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാൻ അശേഷതഃ. സർവാൻ എല്ലാം, അശേഷതഃ ബാക്കി വയ്ക്കാതെ. എന്ത്? കാമാൻ ആഗ്രഹങ്ങളെ. എന്താ ഈ കാമങ്ങൾ? സങ്കല്പപ്രഭവാൻ, നമ്മുടെ മനസ്സിലുള്ള പല വിധത്തിലുള്ള സങ്കല്പത്തിൽ നിന്നും നിർഗളിക്കുന്നതാണ് ആശകൾ മുഴുവനും. ഞാൻ ചെറുപ്പമാണ്, അതുകൊണ്ട് എനിക്ക് പഠിക്കണമെങ്കിൽ സ്കൂളിൽ പോകണം, സ്കൂൾ കഴിഞ്ഞാൽ കോളേജിൽ പോകണം,
അത് കഴിഞ്ഞാൽ ഡിഗ്രിയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ തൊഴിലിൽ പ്രവേശിക്കണം. പ്രവേശിച്ച് കഴിഞ്ഞ് ഉദ്യോഗവും വരുമാനവുമായാൽ കല്യാണം കഴിക്കണം. പിന്നെ കുട്ടികളുണ്ടാവണം. അതിൻ്റെ ഇടയിൽ ആദ്യം വാടക വീട്ടിലിരുന്നാലും സ്വന്തമായിട്ടൊരു വീട് പണിയണം. ഇതെങ്ങനെ പലതരത്തിലുള്ള സങ്കല്പങ്ങളാണ്. ഈ സങ്കല്പങ്ങൾ കൊണ്ട് വല്ലതും നടക്കുമോ? നടക്കില്ല. പ്രയത്നിച്ചാലേ നടക്കുള്ളൂ. ഒരു 50 കൊല്ലത്തെ വളർച്ച 5 ദിവസം കൊണ്ട് നമുക്ക് കോമ്പാക്ട് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല. അപ്പോൾ വാസ്തവത്തിൽ ഈ സങ്കല്പം വേണ്ട. നമ്മൾ സങ്കല്പിച്ചിട്ടാണോ ശ്വാസോച്ഛ്വാസം നടക്കുന്നത്? അല്ല. രക്തസഞ്ചാരം നടക്കുന്നതോ? അല്ല. വിശപ്പുണ്ടാവുന്നതോ? അല്ല. ഊണ് കഴിക്കുന്നതോ? അല്ല. കഴിച്ച ഭക്ഷണം രക്തമായി രൂപാന്തരപ്പെടുന്നതോ നമ്മുടെ സങ്കല്പം കൊണ്ടാണോ? അല്ല. പിന്നെ ബാക്കിയുള്ളത് നടക്കില്ലേ? ഈ ലോകം മുഴുവനും ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് പോലെ ഏവം പ്രവർത്തിതം ചക്രം എന്നാണ് പറയുന്നത്. ഈ ലോകം മുഴുവനും ഒരു ചാക്രികമായിരിക്കുന്ന ഗതിയിൽ ഇങ്ങനെ സദാ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ അതിൽപ്പെട്ട ഒരു ചെറിയ ഒരു അംശം. ലോകം നടക്കുന്നിടത്തോളം നമ്മളും നടക്കും. അപ്പോൾ സങ്കല്പത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന കാമങ്ങൾ, ആശകളെ മുഴുവനും വിട്ട് മനസാ ഏവ ഇന്ദ്രിയഗ്രാമം വിനിയമ്യ. ഇന്ദ്രിയങ്ങളുടെ സമൂഹം 5 ഇന്ദ്രിയങ്ങളാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. അപ്പം കർമ്മേന്ദ്രിയങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് കയ്യും കാലാണ്. ചമ്രം പടിഞ്ഞ് ഒരു സ്ഥലത്തിരുന്നാൽ പിന്നെ ഇവർ രണ്ടാളും ഒന്നും ചെയ്യില്ല. ബാക്കിയുള്ള ഇന്ദ്രിയങ്ങൾക്ക് അവിടെ ചെയ്യാനൊന്നും ഇല്ലേനും. അപ്പം 5 ജ്ഞാനേന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് വേണം പിൻവലിപ്പിച്ച് നിർത്താൻ. അവിടെ വേറെ ഒരു ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സാണ് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്. ആ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. അതിന് മനസ്സ് മാത്രമേ വേണ്ടൂ. അവിടെ ഒരു രൂപധ്യാനം ഒന്നും ആവശ്യമില്ല. അവിടെ ഒന്നും പറയണില്ലോ. അവിടെ ആരാത് പറഞ്ഞു കൊടുക്കുന്നത്? കൃഷ്ണനാ പറയുന്നത്. മനസായേവ, മനസ്സുകൊണ്ട് മാത്രം ഇന്ദ്രിയഗ്രാമം, ഇന്ദ്രിയങ്ങളുടെ സമൂഹത്തെ വിനിയമ്യ, വേണ്ടതുപോലെ നിയമനം ചെയ്ത് സമന്തത, ചുറ്റിൽ നിന്നും കണ്ണടച്ച് അവിടെ അങ്ങോട്ട് ഇരുന്നോളൂ. ഞാനേ കുറച്ച് നേരം ധ്യാനിക്കാനാണ് പോകുന്നത്. ആ ധ്യാനിക്കാൻ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ എടുക്കും. ആ 3/4 മണിക്കൂർ നേരം എന്നെ നിങ്ങൾ ആരും വിളിക്കരുതെന്ന് വീട്ടുകാരോട് പറയുക. 3/4 മണിക്കൂർ ഒരു തരത്തിലുള്ള വ്യവഹാരവും ഞാൻ ചെയ്യില്ല എന്ന് നിങ്ങളും ഉറപ്പിക്കുക. ഈ ഉറപ്പും ഈ തീരുമാനവും നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇന്ദ്രിയങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത്? അവർ മിണ്ടാതിരുന്നോളൂ. അപ്പം മനസ്സിലുള്ള നിർണയം, വ്യവസായാത്മിക ബുദ്ധി എന്നാണ് 2-ാം അധ്യായത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നിശ്ചയസ്വഭാവത്തോടു കൂടിയ ബുദ്ധി എന്നാണ് അതിന്. നല്ല നിശ്ചയത്തോടുകൂടി വിനിയമ്യ സമന്തത. പിന്നെ എന്തു വേണം? എന്തെങ്കിലും വേണോ? വേണം. എന്താ? ശനൈഹി ഉപരമേത്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ശനൈഹി. ഇവിടെ ഒന്നും എത്തിപ്പിടിക്കണ്ട. ഒന്നും ഇവിടെ എത്തിപ്പിടിക്കാനില്ല. ഒരു വസ്തുവിനെയും കൊണ്ടുവന്ന് ഇമാജിൻ ചെയ്ത് ഭാവിച്ച് അതിനെ മനസ്സിൽ പതിപ്പിക്കും വേണ്ട. എന്തു വേണം? ശനൈഹി. മെല്ലെ മെല്ലെ എന്തു വേണം? ഉപരമേത്. കേൾക്കണുണ്ടോ? ഉപരമേത്. ഉപരമിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിലും ഇടപെടാതെ, ഒരു വിധത്തിലുള്ള വ്യാപാരമോ പ്രവർത്തനമോ പുറത്തേക്കുള്ള പോക്കോ ഇല്ലാതെ എല്ലാറ്റിൽ നിന്നും പിൻവലിഞ്ഞ് വരും. അത് മെല്ലെ മതി, തിരക്ക് പിടിക്കണ്ട. സോ ഐ വുഡ് ഓൾവേസ് സേ meditation should not become a process of tension. Be very relaxed. It should be relaxation, and it should be in the nature of a withdrawal or a rescission, not in the way of an involvement, an expression or a pursuit. നിങ്ങൾ വിചാരിക്കുന്നതല്ല ഈ അത് സാധിച്ചില്ലയോ? നിങ്ങൾ അവിടെ ഇരിക്കൻ, ഒരു 1/2 മണിക്കൂർ നേരം ഇരിക്കാനപ്പ അവിടെ ഇങ്ങോട്ട് ഇരിക്കൂ. എന്താ? ഒന്നും ചെയ്യണ്ട, മിണ്ടാതെ ഇരിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ എന്താ നടക്കണമെന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കൂ. ഒന്നും ചെയ്യണ്ട. മനസ്സ് ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കട്ടെ. ബുദ്ധി ആലോചിക്കുന്നുണ്ടോ? ആലോചിച്ചോട്ടെ. ഒന്നും പറയണ്ട. അവിടെ നടക്കണത് അപ്പപ്പോൾ ക്ഷണാക്ഷണം അങ്ങോട്ട് നോക്കി നിന്നാൽ മതി. കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ട്. അങ്ങനെ ഇരുന്ന് നിങ്ങൾ പരിചയിച്ചാൽ തന്നെ ഈ ഉപരമിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ ഉദ്ദേശം ഗ്രഹിക്കലല്ല, പിടിക്കലല്ല, കുതിക്കലല്ല, പോക്കല്ല. നേരെ മറിച്ച് നിലനിൽക്കുന്ന വസ്തുബന്ധങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പിൻവലിപ്പിച്ച് അന്തരാത്മാവിൽ ലയിപ്പിക്കുന്നതാണ് ധ്യാനത്തിൻ്റെ ഉദ്ദേശം. ഇറ്റ് ഈസ് നോട്ട് എ പ്രോസസ് ഓഫ് ഔട്ട്വേർഡ്ലിനെസ്. ഇറ്റ് ഈസ് ഓൺ ദി അതർ ഹാൻഡ് എ പ്രോസസ് ഓഫ് ഇൻവേർഡ്നെസ് ആൻഡ് അബ്സോർപ്ഷൻ. ഉള്ളിൽ അങ്ങനെ അമർന്ന് ലയിച്ചിരിക്കല. ശനൈരുപരമേത്
ബുദ്ധ്യാ ധൃതിഗൃഹീതയാ. ഇതിന് നിങ്ങളെ സഹായിക്കുന്നത് എന്താ? ബുദ്ധി. ആ ബുദ്ധിയെ സഹായിക്കാനോ ധൃതി. ധൃതി എന്നൊരു വാക്ക് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവില്ല. മലയാളത്തിൽ ധൃതി എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച് ഓടുമ്പോഴൊക്കെ എന്താ ധൃതി കാണിക്കണേന്ന് പറയും. പക്ഷേ സംസ്കൃതത്തിൽ ആ ശബ്ദത്തിന് അർത്ഥം വിൽ എന്നാണ്. എല്ലാവരിലും എപ്പോഴും കുടികൊള്ളുന്ന ഇച്ഛാശക്തി ഉണ്ട്. ഞാനിപ്പോൾ കയ്യും കാലും കൈ അനക്കി സംസാരിക്കുന്നുണ്ട് നിങ്ങളോട്, ഇച്ഛാശക്തി കൊണ്ടാണ്. ഈ കൈ അനക്കണമെങ്കിൽ എനിക്ക് ഒരു സമയം വേണ്ട. അതെങ്ങനെ വെച്ചിരിക്കണ കൈ ഇതാ പൊന്തിച്ചു. അത് പൊന്തിക്കണത് ധൃതി കൊണ്ടാണ്. ആ ധൃതിയെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വളർത്തിയെടുക്കണം. എല്ലാവർക്കുമുണ്ട് ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തി വളരെ അറിയപ്പെടാതെ പോകുന്നു. നിങ്ങളുടെ മനസ്സിലും ബുദ്ധിയിലും ആ ഇച്ഛാശക്തിയെ പ്രയോഗിച്ച് നോക്കൂ, കുറേശ്ശെ ആയിട്ട്. ഇപ്പോൾ എനിക്ക് നാളെ ഒരു മാമ്പഴം വേണം, എനിക്ക് നാളെ ഒരു മാമ്പഴം വേണം, കിട്ടണം എന്നങ്ങോട്ട് ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞു നോക്കൂ മനസ്സുകൊണ്ട്. എങ്ങനെയെങ്കിലും ഒരു മാമ്പഴം നിങ്ങൾക്ക് കിട്ടും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല. ഇനി മാമ്പഴം കിട്ടാനൊക്കെ ഇങ്ങനെ പുറപ്പെടുമോ എന്നറിയില്ല. മാർക്കറ്റിൽ മാമ്പഴം കിട്ടുമ്പോൾ ഇതിന് പുറപ്പെടണ്ട, പക്ഷെ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാര്യം. അപ്പോൾ ആ ഇച്ഛാശക്തി എന്ന് പറയുന്നത് നമ്മൾ വളർത്തണം. അത് വളർത്താനാണ് ഒരാളോട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറയുന്നത്. ക്ഷേത്രത്തിൽ പോകൂ, പ്രദക്ഷിണം വയ്ക്കൂ, അരമണിക്കൂറോ 15 മിനിറ്റോ ചെലവ് ചെയ്യൂ. എന്തിനാ കുട്ടികളെ ഇങ്ങനെ പരിചയിപ്പിക്കുന്നത്? ഒരു ദിക്കിലിരുന്ന് നാമം ജപിക്കൂ എന്ന് പറയുമ്പോൾ ആ നാമം ജപിക്കുന്നത് ഒരു കാര്യം. നമ്മൾ തിരഞ്ഞെടുത്ത ഒരു വ്യവഹാരത്തിൽ മനസ്സിനെ അങ്ങോട്ട് നിലനിർത്തുക എന്നുള്ളതാണ്, വ്യഗ്രമാക്കുക. പക്ഷേ പോയിന്റ് എന്താ? ബാക്കിയുള്ള വ്യവഹാരങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. അപ്പം അത് നല്ലപോലെ മനസ്സിലാക്കണം. ബുദ്ധ്യാ ധൃതിഗൃഹീതയാ ആത്മസംസ്ഥം മനഃകൃത്വ. വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. മനഃ, മനസ്സിനെ ആത്മസംസ്ഥം കൃത്വ. സാധാരണ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തുപോയി അല്ലെങ്കിൽ സ്മരണകളിലൂടെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അതിൽ ഭാവനാത്മകമായി വ്യഗ്രമായി കഴിയാണല്ലോ മനസ്സ് ചെയ്യുന്നത്. അതെ അല്ലേ? അതെ. ആ മനസ്സിന് എന്തു വേണം? അങ്ങനെയുള്ള വ്യാപാരങ്ങളൊന്നും വേണ്ട എന്ന് വെച്ച് ലോകവസ്തുക്കളെക്കുറിച്ച് ആലോചിക്കില്ല, സ്വജന ബന്ധുക്കളെക്കുറിച്ച് ആലോചിക്കില്ല. കുട്ടികളുണ്ടാവാം, അവരവിടെ ഉണ്ടായിക്കോട്ടെ. എപ്പോഴും അവരെപ്പറ്റി വിചാരിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. അവരവരുടെ പാട്ടിൽ ഓടി നടന്നുകൊണ്ടിരിക്കണം. ഒന്നുകിൽ വായിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഉറങ്ങാനുള്ള ഉത്സാഹമാവും, അല്ലെങ്കിൽ TV അല്പനേരം കാണുന്നുണ്ടാവും. അവരവരുടെ പാട്ടിൽ കണ്ടോട്ടെ. നിങ്ങളെന്ത് വേണം? ആത്മസംസ്ഥം മനഃകൃത്വ. നിങ്ങൾ മനസ്സിനെ അതിൻ്റെ തന്നെ എസൻസ് ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ ഉൾസത്ത, ആ ഉൾസത്തയിൽ അങ്ങനെ പതിപ്പിച്ച് നിർത്തുക. സാധാരണ മനസ്സ് ഔട്ട് ഗോയിങ് ആണ്, പുറത്തേക്ക് ബഹിർമുഖമായി പോകുന്നതാണ്. ആ ബഹിർമുഖത്വം നിർത്തി അന്തർമുഖത്വം ഉണ്ടാക്കി ആത്മാഭിമുഖമാക്കി തീർത്ത് പോരാ, ആത്മാവിൽ തന്നെ പതിഞ്ഞങ്ങോട്ട് ഇരിക്കണം. അത് ആത്മസംസ്ഥം മനഃകൃത്വ. കേട്ടോളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ന കിഞ്ചിദപി ചിന്തയേ, ഒന്നും ചിന്തിക്കരുത്. ഭാഗവതത്തിൽ പറയുന്നത് എന്താ? ഉദ്ധവനെ നോക്കി ഇതേന കിഞ്ചിദപി ചിന്തയേ എന്നല്ലേ പറയുന്നത്. പക്ഷെ അവിടെ എന്തുണ്ടായി? ചതുർഭുജധാരിയായ മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് സർവാംഗത്തിൽ മനസ്സ് പതിപ്പിച്ച് അവിടുന്ന് പിൻവലിച്ച് മുഖത്തിൽ നിന്ന് പിൻവലിച്ച് ആകാശത്തിലേക്ക് കൊണ്ടുപോയി ആകാശത്തിൽ നിന്നും മനസ്സിനെ എടുത്ത് ഈശ്വരനിൽ കൊണ്ടുവന്ന് ഒന്നും ചിന്തിക്കാതെ ആവണം എന്ന് അവിടെ പറഞ്ഞു. ഇവിടെയോ ഉള്ള പ്രോസസ്സ് മുഴുവൻ ശരീരത്തിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഒതുങ്ങി. ഇനി നിങ്ങൾ ബുദ്ധിയോടുകൂടി ആലോചിച്ച് നോക്കൂ, ധ്യാനം എന്താ? 2 തരത്തിലുള്ള ധ്യാനം ഒരേ കൃഷ്ണനാ പറയുന്നത്. ഒന്ന് ഉദ്ധവനോടും ഒന്ന് അർജുനനോടും. അർജുനൻ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട രംഗമായിരുന്നു അവിടെ. കഠിനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്, ദാരുണമായ ഒരു പ്രവൃത്തിയാണ്. അവിടെയും കൂടി പറഞ്ഞു കൊടുത്തത് ഇതാ. ഇപ്പം നിങ്ങൾക്ക് ഇനി ധ്യാനത്തിനെ പറ്റി ഒരു സംശയം ഉണ്ടാവരുത്. ഇനി ഓടരുത്, ചാടരുത്. ധ്യാനം എന്താന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. അവിടെ ഇരിക്കുമ്പോൾ മനസ്സ് എപ്പോഴും അവിടെ നിൽക്കാൻ കൂട്ടാക്കില്ല. കുറച്ച് നേരമൊക്കെ ഒന്ന് മനസ്സിനെ ആത്മാവിൽ നിർത്തിയാലും അത് ഇളകിപ്പോവും. അങ്ങനെ ഇളകിപ്പോവുമ്പോഴോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത്. എത്ര മധുരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പാട്ടാണിത് വാസ്തവത്തിൽ. യതോ നിശ്ചരതി. എന്തിനെ ചൊല്ലിയാണോ മനസ്സ് ആത്മാവിൽ പതിപ്പിച്ച് നിർത്തിയാലും പിന്നെയും ഒരു ചാട്ടം ചാടി പോകുന്നത്? എന്ത് കാര്യത്തിനാണ് പോകണത്? അവിടെ പുത്രൈഷണയാണോ, വിത്തൈഷണയാണോ, അതോ ധാരൈഷണയാണോ, ലോകൈഷണയാണോ? എന്തിനെ ചൊല്ലിയിട്ടാണ് ഈ മനസ്സ് കുതിക്കണത് എന്ന് ആലോചിക്കണം.
ആലോചിച്ചിട്ട് ആ എന്തിനെ ചൊല്ലി പോകുന്നുവോ അതിനെക്കുറിച്ച് വിചാരം ചെയ്ത് അതിനെ മടക്കി കൊണ്ടുവരികയാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സട്ടിൽ ഇന്നർ പ്രോസസ് ഓഫ് ഡീലിംഗ് വിത്ത് ദ മൈൻഡ് വിത്ത് എ മൈൻഡ്സ് ഓൺ പ്രോസസ്. മനസ്സിനെ തന്നെ മനനത്തിലൂടെ സ്വാധീനിച്ച് മെരുക്കിയെടുക്കുകയാണ്. അവിടെ ഒരു പടമില്ല, ഒരു രൂപമില്ല. മനസ്സാണ് ചിന്തിക്കുന്നത്. എന്തിനെക്കുറിച്ച്? ലോകവസ്തുക്കളെക്കുറിച്ച്. ലോകവസ്തുക്കളൊക്കെയോ നശ്വരമാണ്, ക്ഷണികമാണ്. ആ വസ്തുക്കളിൽ നിന്ന് സുഖമോ സൗഭാഗ്യമോ ഉണ്ടെങ്കിൽ പിന്നെ ധ്യാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അത് താപത്രയം രചിക്കുന്നതാണ്. മനസ്സേ താപത്രയം രചിക്കുന്നതാണ് ലോകവസ്തുക്കൾ മുഴുവൻ. നിനക്കത് അനുഭവിച്ചിട്ട് കണ്ടിട്ടില്ലേ, മനസ്സിലായിട്ടില്ലേ, പിന്നെ എന്താ അതിൻ്റെ പിന്നാലെ പോണത്? ഇനി നിനക്ക് പിന്നാലെ പോണോ? ഈ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നീ പൊക്കോ. ഇപ്പം നീ ഞാൻ പറയുന്ന മാതിരി ചെയ്യേ. അവിടെ ഇരിക്ക്, ധ്യാനിക്ക്, ഉള്ളിലേക്ക് പിൻവലിയേ, ആത്മാവിൽ പതിഞ്ഞങ്ങോട്ട് ഇരിക്കൂ എന്ന് നമുക്ക് പറയാം. യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം. മനസ്സ് ചഞ്ചലമാണ്, അസ്ഥിരവുമാണ്. എല്ലാവരുടെ മനസ്സും അങ്ങനെയാണ്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ അങ്ങോട്ട് ധ്യാനിക്കാണ്ടിരുന്നാൽ ആ ഇരുന്നതോടുകൂടി മനസ്സങ്ങോട്ട് ഒതുങ്ങിയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരിക്കലും സംഭവിക്കില്ല. മനസ്സ് ഐന്ദ്രിയ വ്യാപാരത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് മനസ്സിനെ രചിച്ചിരിക്കുന്നത്. ജാഗ്രത അവസ്ഥയിൽ നമ്മൾ എപ്പോഴും പുറത്തേക്ക് നോക്കും, പുറം വസ്തുക്കളുമായി സമ്പർക്കം നടത്തും. ആ സമ്പർക്കം നടത്തുന്നത് മനസ്സും ഇന്ദ്രിയങ്ങളും കൂടി ചെയ്യുന്നതാണ്. അതതിൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവത്തിൽ നിന്ന് അതിനെ പിൻവലിപ്പിച്ച് നിൻ്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട്, ഒരാത്മതലം. ആ ആത്മതലത്തിൻ്റെ ഒരു സ്ഫുരണമാണ് മനസ്സേ, നീ തന്നെ, ബുദ്ധി തന്നെ. അപ്പോൾ നിനക്ക് നിൻ്റെ സോഴ്സ്, ഉദ്ഭവം, ആ അമ്മയുടെ സ്ഥാനം ഒന്ന് അറിയണ്ടേ? അതുകൊണ്ട് നമുക്കൊന്നങ്ങോട്ട് പോവാം. പുഴകളൊക്കെ ഒഴുകി ഇങ്ങനെ വരും സമതലത്തിൽ. നമ്മളത് അന്വേഷിച്ച് ചെന്നാൽ ഒരു പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ നിന്നാവും ഒഴുക്കം തുടങ്ങുന്നത്. അതേമാതിരി മനസ്സ് എവിടുന്ന് തുടങ്ങണു എന്നൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണ്. യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത്. അങ്ങനെ പോകുമ്പോൾ തത്വവിചാരത്തിലൂടെ ഉദ്ബോധനത്തിലൂടെ ആത്മവിചാരത്തിലൂടെ ആ മനസ്സിനെ തിരിച്ചങ്ങോട്ട് കൊണ്ടുവരിക. പോണത് അതിൻ്റെ സ്വഭാവം. ആ പോയാൽ എന്തുണ്ടാവും? തത്വവിചാരം നിങ്ങൾ ചെയ്യും. എന്താ തത്വവിചാരം? ജന്മ മൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം. ഈ ലോകവസ്തുക്കൾ മുഴുവനും ഈ ദോഷങ്ങൾ കൂടിയതാണ്. ജനനം, മരണം, ജര, വ്യാധി, ദുഃഖം ഇതൊക്കെ കലർന്നതാണ്. അതിൽ നിന്നൊരു മോചനം കിട്ടാനല്ലേ നീ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് കുറെ നേരം മിണ്ടാതെ ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തത്വവിചാരം ചെയ്ത് ആത്മന്യേവ വശം നയേത്. അവനവൻ്റെ ഉള്ളിൽ തന്നെ അതിനെ അങ്ങോട്ട് വശിപ്പിച്ച് നിർത്തുക. ആത്മനീയേവ വശം നയേത്. തൻ്റെ ഉള്ളിൽ തന്നെ പിടിച്ചങ്ങോട്ട് നിർത്തുക. പ്രശാന്ത മനസംഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈരി ശാന്തരജസം ബ്രഹ്മഭൂതം അകൽമഷം. പ്രശാന്ത മനസംഹ്യേനം. ഇതൊരു പുതിയ അഭ്യാസ. ഇതുവരെയൊക്കെ വ്യവഹാരക്ഷമമായിട്ടേ നമ്മൾ ജീവിതം കണ്ടിട്ടുള്ളൂ, കൊണ്ടു നടന്നിട്ടുള്ളൂ. ഇപ്പോൾ വ്യവഹാരങ്ങളും വ്യാപാരങ്ങളും ഒക്കെ നിർത്തി, അനക്കങ്ങളും ചലനങ്ങളും ഗമനങ്ങളും സ്പന്ദനങ്ങളും ഒക്കെ നിർത്തി മനസ്സിനോട് മാത്രം സല്ലപിച്ചുകൊണ്ട് നമ്മളങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്ന് എന്തായി? കുറച്ച് കഴിഞ്ഞാൽ ഈ മനസ്സിന് ശാന്തത വരും. ശാന്തത വരൽ മാത്രമല്ല, മനസ്സ് തന്നെ പ്രശാന്തമാവും. പ്രശാന്ത മനസംഹ്യേനം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധ വെച്ച്? ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന, ഇങ്ങനെ യോഗാഭ്യാസം ചെയ്യുന്നതായ ഒരുത്തനെ ആ ആള് പ്രശാന്ത മനസ്സാവുമ്പോൾ യോഗിനം സുഖമുത്തമം. ഈ യോഗാഭ്യാസം, നിങ്ങൾ യോഗാഭ്യാസം എന്ന് പറയുമ്പോൾ ഉടനെ ആസനം, പ്രാണായാമം, മുദ്ര, അതല്ല. ഇവിടെ യോഗാഭ്യാസം എന്ന് പറഞ്ഞാൽ, യോഗം എന്ന് പറഞ്ഞാൽ യോജിക്കൽ. വെള്ളം പാലിലൊഴിച്ചാൽ എന്നതുപോലെ ഒന്ന് മറ്റൊന്നുമായി യോജിക്കുക. ആ യോജിപ്പ് ശരീരത്തിൽ എവിടെയെങ്കിലും നടക്കുമോ? ഒരു കൈ ഇനിയൊരു കൈയായിട്ട് യോജിക്കുമോ? വയറ് മാറുമായിട്ട് യോജിക്കുമോ? അപ്പോൾ യോഗം എന്ന് പറയുന്നത് ശരീരതലത്തിൽ ഒരിക്കലും പറ്റില്ല. യോഗം എന്ന് പറയുന്നത് അന്തർഭാഗത്തെ നടക്കുള്ളൂ. പുറത്തു പോകുന്ന മനസ്സ് ആ ബഹിർഗമനം നിർത്തി അന്തർഗമിക്കാൻ തുടങ്ങി അന്തരാത്മാവിൽ ലയിച്ച് ഒന്നായിരിക്കും. അതാണ് യോഗം. മനസ്സിൻ്റെ ഉൾസത്തയിൽ തന്നെ വിശ്രമം കൊള്ളുക, അതാണ് യോഗം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഉപൈതിശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. ആ യോഗാഭ്യാസിയെ ഉത്തമമായിരിക്കുന്ന സുഖം അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലുമത്രേ.
ആ ആളെ അന്വേഷിച്ച് ഉത്തമ സുഖം വരണു. ഉത്തമ സുഖത്തിന് വേണ്ടി നിങ്ങൾ അങ്ങോട്ട് പോണ്ട. മനസ്സ് പ്രശാന്തമായി യോഗം യോഗം എന്നുള്ളൊരു വിചാരവും ഉദ്ദേശവും ലക്ഷ്യവും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഉത്തമം സുഖം, സുഖമുത്തമം, ശാന്തരജസം. രജസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം സദാ പ്രവർത്തന ലഗ്നമാക്കി നിർത്തുന്നത്, എപ്പോഴും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി ആശകൾ പുറപ്പെടുവിക്കും, മത്സരം പുറപ്പെടുവിക്കും, അസൂയ പുറപ്പെടുവിക്കും, അസഹിഷ്ണുത പുറപ്പെടുവിക്കും, എല്ലാം പുറപ്പെടുവിക്കും. അത് പ്രവൃത്തിക്ക് വേണ്ടി. ആ രജോ ഗുണത്തിൻ്റെ സ്വഭാവം ഇപ്പം ഇങ്ങനെ ഇരിക്കുക, ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ സത്വഗുണ പരിശീലനം പ്രകടനമാണത്. അപ്പോൾ ഈ സത്വഗുണ പരിശീലനത്താൽ രജസ് ഒതുങ്ങിക്കിട്ടു എന്നുണ്ടെങ്കിൽ ഉത്തമമായിരിക്കുന്ന സുഖം ആ യോഗിയെ അന്വേഷിച്ചങ്ങോട്ട് അടുത്തു വരും. അങ്ങോട്ട് പോണ്ട. ബ്രഹ്മഭൂതം അകൽമഷം. ബ്രഹ്മം എന്ന് പറയുന്ന സുപ്രീം റിയാലിറ്റി ഉണ്ടല്ലോ, ആ ബ്രഹ്മത്തിൽ നിന്ന് ഉടലെടുക്കുന്നതും അഗ്നിയിൽ നിന്ന് പ്രകാശവും ഔഷ്ണ്യവും ഏതുപോലെയോ അതേപോലെ പരബ്രഹ്മത്തിൽ നിന്ന് നിർഗളിക്കുന്നതായ അകൽമഷമായിരിക്കുന്ന സുഖം. അവിടെ ഒരു വിധത്തിലുള്ള കൽമഷവുമില്ല, അശുദ്ധിയില്ല. അവനവൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് വരിക. അത് മനസ്സിൽ നിന്നല്ല വരിക, ബുദ്ധിയിൽ നിന്നല്ല വരിക, ഇന്ദ്രിയ തലത്തിൽ നിന്നല്ല വരിക, ബാഹ്യവസ്തുക്കളിൽ നിന്നുമല്ല, അന്തരാത്മാവിൽ നിന്ന് വരുന്നതായ ആ സുഖം ഭംഗിയായി അനുഭവിക്കാൻ പറ്റും. പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതം അകൽമഷം. ഈ പറയുന്ന വിശേഷണ ശബ്ദങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ആ അഭ്യാസിയെക്കുറിച്ച് പറയുന്നതാ, ഈശ്വരനെക്കുറിച്ച് പറയുന്നതല്ല. ഇങ്ങനെ അഭ്യാസം ചെയ്യുന്ന സാധകന് ഇതായിരിക്കും ഭവിഷ്യത്ത് എന്ന് അവിടെ ധ്യാനത്തിനെ പറ്റി പറഞ്ഞു. ഇതിൽ രണ്ടിലും സമാനമായിരിക്കുന്ന ഒരു പ്രത്യയമാണ് ന കിഞ്ചിദഭിചിന്തയേത്. അപ്പോൾ എൻ്റെ പ്രേക്ഷകന്മാരോട് എനിക്ക് ഒരു ഡിമാൻഡുണ്ടപ്പോൾ, എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരാവശ്യമുണ്ട്. ഞാനത് ബലമായി ആവശ്യപ്പെടുക. നിങ്ങൾ ഒരിക്കലും ഇനി ധ്യാനം എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയരുത്. ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആ ധ്യാനത്തിൻ്റെ ഉദ്ദേശം ഒരു സാധനത്തിനെയും കടന്നു പിടിക്കാനല്ല, പുറമെ വിദൂരത്തിലുള്ള ഒരു സ്ഥാനത്തിലേക്കും ചെല്ലുന്നതല്ല, സ്വർഗത്തിലേക്ക് പോകുന്നതല്ല, ആകാശം മുഴുവനും ചുറ്റിത്തിരിയുന്നതല്ല, മരണത്തിന് അതീതമായിട്ടുള്ള ഒരു ദശ കൈവരിക്കുന്നതല്ല. നമ്മുടെ മനസ്സിനെ അതിൻ്റെ ബഹിർമുഖ സ്വഭാവത്തിൽ നിന്ന് പിൻവലിപ്പിച്ച് അന്തർമുഖമാക്കി അതിൻ്റെ തന്നെ ഉൾസത്തയായിരിക്കുന്ന അന്തരാത്മാവിൽ പതിപ്പിച്ച് നിർത്തുന്നതാണ്. പരീക്ഷത്തിന് എന്തുണ്ടായി? അദ്ദേഹം എവിടെ പോയി? ഒരിടത്തും പോയില്ലല്ലോ. ശുകമഹർഷിയുടെ ഉപദേശമെല്ലാം കേട്ട് 7-ാം ദിവസം ഞാനിതാ എല്ലാറ്റിൽ നിന്നും പിൻവലിയണു എന്ന് പറഞ്ഞ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും പിൻവലിപ്പിച്ച് അന്തരാത്മാവിൻ്റെ അടിത്തട്ടിൽ വിലയം പ്രാപിച്ചിരുന്നു. തക്ഷകൻ വന്ന് കടിച്ചത് ശരീരത്തെയാണ്, അങ്ങോരറിഞ്ഞില്ല. അപ്പം നമ്മുടെ ലക്ഷ്യപ്രാപ്തി എവിടെയാ കൂട്ടരെ? പുറത്തോ അകത്തോ? അതെങ്ങനെയാ കൈവരിക? ഇങ്ങനെയാണ് കൈവരിക. ഈ ഭാഗം നിങ്ങൾക്ക് സ്വയം വായിക്കാം, മനസ്സിലാക്കാം. ഈ താരതമ്യം ഇപ്പോൾ കഴിഞ്ഞുല്ലോ. ഇനി നമുക്ക് കൃഷ്ണൻ പറയുന്നത് തുടർന്ന് എന്താണെന്ന് നോക്കുക. ഏവം സമാഹിതമതി മാമേവാത്മാനമാത്മനി വിചഷ്ടേ മയി സർവാത്മൻ ജ്യോതിഷി സംയുതം. ഇങ്ങനെ ധ്യാനിച്ചാൽ ധ്യാനം ഒരു മുറയാണ്, ഒരു അനുഷ്ഠാനമാണ്, ഒരു അനുധാവനമാണ്, ഒരു അഭ്യാസമാണ്. ആ ധ്യാനത്തിൻ്റെ ലക്ഷ്യം എന്താ? എപ്പോഴും ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. കൃഷ്ണൻ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നോ? വസിഷ്ഠർ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നോ? വാൽമീകി മഹർഷി എല്ലാം വിസ്മരിച്ച് പുറ്റുവന്ന് മൂടിയ ആളാണ്. അതിൽ നിന്ന് എണീറ്റതിന് ശേഷം അദ്ദേഹം രണ്ടാമതും പുറ്റു മൂടത്തക്ക വിധത്തിൽ ഇരുന്ന് ധ്യാനിച്ച് മൺകട്ടയായോ? ആയില്ല. ഞാൻ എന്നെപ്പറ്റി പറയും, ഐ വാസ് എ മെഡിറ്റേഷൻ മോങ്കർ എന്ന് പറയും. ധ്യാനം മാത്രമേ എനിക്ക് വേണ്ടൂ, ധ്യാനിച്ച് മാത്രമേ ഇരുന്നുകൊണ്ടിരുന്ന ഒരാളാണ്, വേറെ ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോയാൽ പോലും ഞാൻ അവിടെ ധ്യാനിക്കുക ചെയ്യാം. അങ്ങനെ ഒരു ധ്യാനപ്രിയനായിരുന്നു, ഒരു പ്രാന്തൻ തന്നെ പറഞ്ഞോളൂ. അതൊക്കെ വിട്ട് ആ ധ്യാനത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുമ്പോൾ പിന്നെ ധ്യാനത്തിൻ്റെ ആവശ്യം വരില്ല. പിന്നെ വേണമെങ്കിൽ പറഞ്ഞോളൂ, സഹജധ്യാനം എന്ന് പറയാം, സഹജസമാധി. അതൊക്കെയാണ് ഞങ്ങളുടെ സമ്പ്രദായം. സഹജസമാധിസ്ഥന്മാരാണ്. സഹജസമാധി എന്നുള്ളതൊരു വാക്കാണ്. വാസ്തവത്തിൽ ജ്ഞാനം കൈവരുമ്പോൾ ആ ജ്ഞാനത്തിലൂടെ നമുക്ക് ഈശ്വരനിൽ അങ്ങോട്ട് പ്രവേശമുണ്ടാവുക. നമ്മുടെ ശ്രീകൃഷ്ണൻ എല്ലാം പറയുന്നുണ്ട്, ഞാൻ ഈ പറയുന്നത് കേട്ട് എന്നെപ്പോലെ ആകുന്നവരുണ്ട് എന്ന്, ആകുന്നു എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ആകേണ്ടതാണ്, അങ്ങനെ ആയിത്തീരുക. ഞാൻ അങ്ങനെ ആയിത്തീരാൻ കൊതിച്ചവനാണ്. അങ്ങനെ ആയിത്തീർന്നപ്പോഴേ മനസ്സിന് സമാധാനം ഉണ്ടായുള്ളൂ.
ഏവം സമാഹിതമതി മാമേവാത്മാനമാത്മനി. ഇങ്ങനെ സമാഹിതമതി, നമ്മുടെ ഉള്ളിൽ ആലപാഞ്ഞ് നടക്കുന്ന മനസ്സിൻ്റെ മുകളിൽ നമുക്കൊരു സ്വാധീനവും ഒരു പിടിപ്പും ഒരു പിടിപാടും കിട്ടിയെന്നുണ്ടെങ്കിൽ, ഞാനിങ്ങനെ പറയണു, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇത് മുഴുവനും? ഞാനിങ്ങനെ പറയുന്നുണ്ട്. ചിലരൊക്കെ പറയാ സ്വാമിജിയുടെ വാഗ്ധോരണി. എനിക്കിത് കേൾക്കുമ്പോൾ വലിയ വിഷമമാണ്. ഒരു പക്ഷേ വാഗ്ധോരണി ഉണ്ടാകാം, പക്ഷേ വാഗ്ധോരണി അല്ല ഞാനിവിടെ പ്രകടമാക്കുന്നത്. ഞാനിവിടെ പ്രകടമാക്കാൻ ഉദ്ദേശിക്കുന്നതോ പ്രകടമാക്കുന്നതോ വാക്കുകളും ധോരണിയൊന്നുമല്ല. നിങ്ങളെല്ലാവരും പരിശീലിക്കേണ്ടതും അടയേണ്ടതും കൈവരിക്കേണ്ടതും സ്വായത്തമാക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വേറെ ഒന്നും പറയുന്നില്ല. ഇങ്ങനെ സമാഹിതമതിയായി. സമാഹിതമതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ അധീനത്തിലില്ല. അതിൻ്റെ ഇഷ്ടപ്പടിക്ക് അത് ചിന്തിച്ച് ഓടി നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇഷ്ടപ്പടിക്ക് ചിന്തയും ഓട്ടം എന്നുള്ള സ്വഭാവം ഉണ്ടല്ലോ, അത് നിർത്തി നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ആവശ്യപ്പെടുന്ന മാതിരി ചിന്തിക്കും. ഭഗവത് ചിന്തകളാകും കൂടുതൽ, ഭാഗവത സ്മരണകളാകും കൂടുതൽ, അധ്യാത്മ വിചിന്തനമാകും കൂടുതൽ. വേണ്ടാതെ ഈ ലോകവസ്തുക്കളെക്കുറിച്ച് ഞാൻ എല്ലാവരോടും ചോദിക്കും, പ്രതിദിനം നിങ്ങളുടെ മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ എത്ര സമയമാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്, എടുക്കുന്നത് എന്ന്. അത് മുഴുവൻ ഇല്ലാതെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു മന്ത്രമോ ഒരു നാമമോ അനവരതം ജപിക്കുക. അതിങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ ബാക്കിയുള്ള അനാവശ്യ ചിന്തകളൊക്കെ മാറും. ആവശ്യമുള്ള ചിന്തയോ മൂർച്ചയോടുകൂടി വരും. ഹനുമാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? രാമരാമ 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 രാമരാമ. ഈ രാമരാമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹനുമാൻ ലങ്കയ്ക്ക് ചാടിയത്. നിങ്ങളെ കൊണ്ട് ചാടാൻ പറ്റുമോ? രാമരാമ എന്ന് പറയാൻ വേണ്ടി പർവ്വതത്തിൽ മഹേന്ദ്രാചലത്തിൽ ഇരുന്നില്ല. മഹേന്ദ്രാചലത്തിൽ കയറിയത് രാമരാമ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ തെക്കും വടക്കും നടന്നത് രാമരാമ എന്ന് പറഞ്ഞിട്ടാ. വാലെടുത്ത് ചുഴത്തിയതോ രാമരാമ എന്ന് പറഞ്ഞിട്ടാ. ഘോന്നൊരു അടിയടിച്ചതോ രാമരാമ എന്ന് പറഞ്ഞ. പൊന്തി അങ്ങോട്ട് പോയതോ രാമരാമ എന്ന് പറഞ്ഞ. അവസാനം അന്വേഷണമൊക്കെ കഴിഞ്ഞ് അവിടെ കിട്ടി, സീതയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാ ഇനി മനസ്സിലാക്കുക? അപ്പാ ഞാനാണെങ്കിൽ വാനരൻ, സീത പേടിക്കില്ലേ എന്നൊക്കെ വിചാരിച്ച് അതിൻ്റെ മുകളിലിരുന്ന് രാമ 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 രാമ. ഇതങ്ങോട്ട് കേട്ടപ്പോൾ അസുരൻ്റെ രാജധാനിയിൽ വന്നതിന് ശേഷം രാമശബ്ദം ഇതുവരെ കേട്ടിട്ടില്ല. സീത ആത്മഹത്യ ചെയ്യാനായിട്ട് പുറപ്പെട്ടിരിക്കുന്ന സമയം അപ്പുണ്ടോ ഒരാൾ രാമരാമ എന്ന് പറയുന്നു. എവിടുന്ന് കിട്ടിയപ്പാ ഈ അമൃത ശബ്ദം? എൻ്റെ ഭർത്താവിൻ്റെ പേര് പറയുന്ന ഒരാൾ. അപ്പം പതുക്കെ വാല് താഴത്ത് കിട്ടും, പേടിക്കില്ല. ഓ, ഒരു ചാട്ടം കൊടുത്ത് താഴ്ത്തു വന്നു. അപ്പം പരിഭ്രമം ഉണ്ടായില്ല. രാമരാമ അത് പറഞ്ഞുകൊണ്ട് മാമനുസ്മര യുദ്ധ്യച എന്നാണ് ഗീതയിൽ പറയുന്നത് കൃഷ്ണൻ. എന്നെ അനുസ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യൂന്ന്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? യുദ്ധം ചെയ്യൂ, എന്നിട്ട് എന്നെ ഓർമ്മ വയ്ക്കൂ എന്നല്ല, ഓർമ്മ വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യൂന്ന്. അപ്പോൾ അത് യുദ്ധമാവില്ല. ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കൂ, അത് ജീവിതമാവില്ല, സംഘർഷം ഉണ്ടാവില്ല. ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് വിവാഹം കഴിക്കും, ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് സന്താനോത്പാദനം നടത്തും, ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് പിറന്ന കുട്ടികളെ വളർത്തൂ, ഉദ്യോഗം ഭരിക്കൂ, ഉദ്യോഗം ചെയ്യൂ, എന്ത് വേണമെങ്കിലും. മാം അനുസ്മര യുദ്ധ്യജ, ഇതാണ് നമുക്ക് ആവശ്യം. നിങ്ങളുടെ മനസ്സതിന് കൂട്ടാക്കുവോ? കൂട്ടാക്കില്ല. അപ്പോൾ കൂട്ടാക്കിക്കണം. ചിലരെനിക്ക് എഴുതുക, സ്വാമിജി പറയണതൊക്കെ മനസ്സിലായി, എന്നാലും ആ ഇരുന്ന് ഭഗവത് ധ്യാനം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. സപ്താഹങ്ങൾ എത്ര കേട്ടു, ക്ഷേത്രങ്ങൾക്ക് എത്ര കാലം പോയി, എത്ര തവണ പുഷ്പാഞ്ജലി നടത്തി, ഒക്കെ ചെയ്തു സ്വാമിജി, എന്നിട്ട് മനസ്സ് കൂട്ടാക്കണില്ല. അതെന്താ അങ്ങനെ? എല്ലാ മനസ്സും കൂട്ടാക്കും. ആ മനസ്സിനെ നേരിട്ട് നമ്മൾ പിടിക്കണം. ആ പിടിക്കുന്നതാണ് ഈ ധ്യാനം. അപ്പം ഇങ്ങനെ പരിശീലിച്ചു കഴിഞ്ഞാൽ സമാഹിതമതിഹി, നമ്മുടെ മനസ്സ് കൺട്രോളിൽ വരും. മാമേവ ആത്മാനമാത്മനി വിചഷ്ടേ, എന്നെ മാത്രമായിട്ട് കണ്ടു തുടങ്ങും. സർവാത്മൻ എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന എന്നെ അവർ നല്ലപോലെ കാണും, ഗ്രഹിക്കും, പറഞ്ഞാൽ മനസ്സിലാവും, ധ്യാനിക്കാനും പറ്റും. ജ്യോതിഷി സംയുതം, ഒരു തീപ്പൊരി ആ കത്തിജ്വലിക്കുന്ന തീയിൽ ചെന്ന് ചേരുന്നത് പോലെ. നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് ഒരു തീപ്പൊരിയാണ്. അത് ആ ഉദ്ഭവസ്ഥാനമായിരിക്കുന്ന അഗ്നിക്ക് ചെന്ന് ചേരുന്നത് മാതിരി ജ്യോതിഷി സംയുതം, ഇതാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഏവം സമാഹിതമതി മാമേവാത്മാനമാത്മനി
വിചഷ്ടേ മയി സർവാത്മൻ ജ്യോതിർജ്യോതിഷി സംയുതം ധ്യാനേനേത്തം സുതീവ്രേണ യുഞ്ജതോ യോഗിനോ മനഃ സംയാസ്യത്യാശു നിർവാണം ദ്രവ്യജ്ഞാനക്രിയാഭ്രമഃ. നോക്കൂ, ഇതുവരെയൊക്കെ പറഞ്ഞത് ഭക്തിയാണ്. ഭക്തി, ആ ഭക്തിയിൽ നിന്ന് കൃഷ്ണൻ എത്ര സമർത്ഥമായി കുശലമായി ആകാശത്തിലേക്ക് കൊണ്ടുപോയി മനസ്സിനെ. എന്നിട്ട് ഒന്നും ചിന്തിക്കാതെ ഇരിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ സമാഹിതമതിയായി തീരണം എന്ന് പറഞ്ഞു. പിന്നെ സർവാത്മാവായിരിക്കുന്ന എന്നെ എല്ലാ ദിക്കിലും കാണാറാകണം എന്ന് പറഞ്ഞു. എത്ര വിശേഷമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ധ്യാനം അതിനൊരു മാർഗമാണ്. ആദ്യമായി ബാഹ്യ വ്യവഹാരങ്ങളിൽ നിന്നും ലോകസമ്പർക്കങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിക്കാനാണ് ഈ ധ്യാനത്തിൻ്റെ ഉദ്ദേശം. അത് കഴിഞ്ഞാലോ ആ മനസ്സിനെ ഒന്നും ചെയ്യേണ്ട, ഉള്ളിലേക്ക് വലിഞ്ഞാൽ മതി. ഏതുപോലെ ഈ ശീലക്കൊട വിരിഞ്ഞിട്ടുള്ളത് അങ്ങോട്ട് മടക്കണ മാതിരി. ഈ ജാഗ്രത അവസ്ഥ ഈ ശീലക്കൊട വിരിച്ച പോലെയാണ്. അതിനങ്ങോട്ട് മടക്കുന്നത് പോലെയാണ് ഈ ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനത്തിൽ നിങ്ങൾക്കൊന്നും പിടിക്കണ്ട, ഗ്രഹിക്കണ്ട, ആഞ്ഞു പോണ്ട, ഉലച്ചിലും വേണ്ട. മനസ്സിനെങ്ങനെ പിൻവലിപ്പിച്ച് കൊണ്ടുവന്നാൽ മതി. തന്നെ ഈ ആത്മലയം സംഭവിച്ചോളും. അതാണ് നമുക്ക് ആവശ്യം. ധ്യാനേനേത്തം സുതീവ്രേണ യുഞ്ജതോ യോഗിനോ മനഃ. ഇത്തം ഇപ്രകാരം ധ്യാനേന ധ്യാന പരിശീലനം കൊണ്ട്. എങ്ങനത്തെ ധ്യാന പരിശീലനം? സുതീവ്രേണ, നല്ല തീവ്രതയോട് കൂടിയിട്ടുള്ള, ജാഗരൂകതയോട് കൂടിയിട്ടുള്ള അനിർവിണ്ണ ചേതസ. അനിർവിണ്ണ ചേതസ എന്നാ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലും വൈമുഖ്യമോ മടിയോ പോരായോ ഉദാസീനതയോ ഉണ്ടാവരുതെന്ന്. അങ്ങനെയാണത്. ധ്യാനേനേത്തം സുതീവ്രേണ, തീവ്രമായി തീവ്രതയോടുകൂടി വ്യഗ്രചിത്തനായി. യുഞ്ജതോ യോഗിനോ മനഃ, മനസ്സിനെ ആത്മാവോടുകൂടി യോജിപ്പിക്കുന്ന ഈ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്ന യോഗിനോ മനഃ, യോഗിയുടെ മനസ്സിൽ എന്ത് സംഭവിക്കുന്നു? ദ്രവ്യജ്ഞാനക്രിയാഭ്രമഃ ആശു നിർവാണം സംയാസ്യതി. ഓ, ഇതങ്ങോട്ട് വായിച്ചപ്പോൾ ഇതാണിത് ഭാഗവതം എന്ന് പറയുന്നത്. ആ ഭക്തിയോടുകൂടി പുരട്ടി 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 ആ തത്വങ്ങളും ജ്ഞാനവും അങ്ങോട്ട് ഉപദേശിക്കുക. ഇതുവരെയൊക്കെ പറഞ്ഞത് മഹാവിഷ്ണു, ചതുർഭുജധാരി, നല്ല കവിൾത്തടം, പുഞ്ചിരിക്കുന്ന ചുണ്ട്, വനമാല, ശംഖ്, ചക്രം, ഗദ, പത്മം ഒക്കെയായി. ഇപ്പോഴോ ഒക്കെ പോയി. മനസ്സും അന്തരാത്മാവും മാത്രമേ ഉള്ളൂ. ഒക്കെ പോയി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒക്കെ പോയി. മനസ്സ് മാത്രമാണ് ഇവിടെ. ആ മനസ്സിനെ ഇപ്പൊ ഇരിക്കുന്ന മോഹത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി ഒരു സാങ്കല്പികമായിരിക്കുന്ന ഒരു ഭാവനാമോഹം കൊടുത്തു. ലോകത്തിൽ ഇന്ദ്രിയങ്ങളുടെ മുൻപ് പ്രത്യക്ഷമായിരിക്കുന്ന ആ മോഹമാണ്. ആ മോഹത്തിൽ നിന്ന് അതിനെ ഡിസ്ലോഡ്ജ് ചെയ്യാൻ വേണ്ടി എന്തു ചെയ്തു? ചതുർഭുജധാരി. ഓ, വളരെ വിശേഷപ്പെട്ടത്. ദ്യുമത് കിരീടം. കിരീടം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കിരീടം കിട്ടിയെന്ന് പറയുന്നില്ലേ? മനുഷ്യർക്ക് അതൊക്കെയാണ് വേണ്ടതേ. അപ്പോൾ മഹാവിഷ്ണുവിന് ഒരു കിരീട ചാർത്തി, വനമാല ചാർത്തി, ഒക്കെ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഈ ലോകഭ്രമത്തിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു ഭ്രമായിലെ ഒരു ഉൾഭ്രമം, ആ ഉൾഭ്രമമൊക്കെ കൊടുത്തതിന് ശേഷം കൃഷ്ണൻ സ്നേഹപൂർവ്വം പറയുകയാണ്, അതൊക്കെ വിട്ട് ആകാശത്തിലേക്ക് പൊക്കോളൂ എന്ന്. അപ്പോൾ ഒന്നുമില്ലല്ലോ അവിടെ, ശൂന്യാകാശല്ലേ. അതും കഴിഞ്ഞ് ഒന്നും ചിന്തിക്കാതെ ഇരിക്കുന്നു. ധ്യാനേനേത്തം സുതീവ്രേണ യുഞ്ജതോ യോഗിനോ മനഃ. അന്നേ വരെ അകലെ 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 എന്ന് വിചാരിച്ചിരുന്ന ലക്ഷ്യം ഇപ്പോൾ അകത്ത് അകത്ത് അകത്ത്, ഏറ്റവും സമീപസ്ഥം സമീപസ്ഥം സമീപസ്ഥം. അല്ല, താൻ തന്നെ താൻ തന്നെ താൻ തന്നെ. എന്തിനെയാണോ ഞാൻ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്, അതാണ് പ്രാപ്യസ്ഥാനം, പുറമേയുള്ളതല്ല. ഭഗവാന്റെ ഏറ്റവും വലിയ പര്യായ ശബ്ദം ഞാനാണ്. ഞാൻ 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 ഞാൻ. ആ ഞാൻ എന്നുള്ള ശബ്ദം സൂചിപ്പിക്കുന്നതാണ് പരമാത്മാവ്. അഹം പ്രത്യയഗോചര. ആ ആത്മാവിനെ പറ്റി കൂടുതൽ കൂടുതൽ മനസ്സിലായി തുടങ്ങണു. അതിൽ നിന്ന് പുറപ്പെട്ടതാണ് എല്ലാം. അതിൽ നിന്ന് പുറപ്പെട്ടതാണ് എ ഫങ്ഷണൽ യൂണിറ്റ് എക്സ്പ്രഷനാണ് മനസ്സ്. അതുപോലെ വേറെ ഒരു ഫങ്ഷണൽ യൂണിറ്റാണ് എന്ത്? മനസ്സ്. ഇനിയൊന്നാണ് അഹങ്കാരം. ആ മനസ്സും ബുദ്ധിയും അഹങ്കാരവും കൂടി വരുത്തി തീർക്കുന്നതാണ് അത് തന്നെ ഉണ്ടാക്കിയ ദേഹവും അത് തന്നെ ഉണ്ടാക്കിയ ഇന്ദ്രിയങ്ങളും. ആ ഇന്ദ്രിയങ്ങളിലൂടെ കാണുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ വിസ്തൃതമായി വർണ്ണശബളമായി കാണുന്നത് ഈ ആത്മാവിൻ്റെ തന്നെ കോലാഹലമാണ്. കണ്ണാണല്ലോ കാഴ്ചയും നിറവും ഉണ്ടാക്കുന്നത്, ചെവിയാണല്ലോ ശബ്ദമുണ്ടാക്കുന്നത്,
എല്ലാം ഈ ഒരൊറ്റ എണ്ണത്തിൽ നിന്നാ. ഓ, ഞാൻ വിചാരിച്ചു പുറം ലോകത്തിൽ നിന്ന് ഞാൻ ജനിച്ചു എൻ്റെ ശരീരം എന്ന്. ജീവിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നു എൻ്റെ മനസ്ഥലത്തിൽ ഉള്ളിൽ നിന്നാണ് എല്ലാം പുറപ്പെട്ട് പുറം കാണിച്ചു തരുന്നത്. അപ്പോൾ പുറത്തു നിന്നുണ്ടായവനല്ല ഞാൻ, പുറത്തെ ഉണ്ടാക്കുന്നവനാണ് ഞാൻ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ബാഹ്യലോകത്തിൽ നിന്ന് അമ്മ പെറ്റുണ്ടായത് എൻ്റെ ശരീരമാണ്. ആ ശരീരത്തിൽ അധിവസിക്കുന്ന മനസ്സും ബുദ്ധിയും അഹങ്കാരവും അന്തരാത്മാവും ഉണ്ടല്ലോ, അത് ഒരാളും പെറ്റുണ്ടായതല്ല. അതാണ് ഈ ലോകത്തെ പ്രസവിക്കുന്നത് ജാഗ്രത അവസ്ഥയിൽ. അപ്പോൾ ഗ്രോത്ത് ഉള്ളിൽ നിന്ന്, വളർച്ച ഉള്ളിൽ നിന്ന് പുറമേക്കാണ്, പുറമേ നിന്ന് അകത്തേക്കല്ല എന്ന് മനസ്സിലായി. എല്ലാ വിധത്തിലുള്ള ദ്രവ്യജ്ഞാന ക്രിയാഭ്രമം കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? ദ്രവ്യം ജ്ഞാനം ക്രിയ എന്ന് പറയുന്ന ഭ്രമം എന്തായി ഇപ്പോൾ ഇവിടെ? The very thought of matter. Everybody is asserting that the world is an objective world. It consists of matter and energy. It is the only reality. Our own mind is an imagination എന്ന് പറയുന്നവരുമുണ്ട് ഇവിടെ. എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. പുറമേ കാണുന്ന ഈ ലോകം, തിളച്ച് പഴുക്കുന്നതായ സൂര്യൻ, ഭൂമി, സമുദ്രം, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഭ്രമിക്കുകയാണ്. ഇതാണ് വാസ്തവം എന്ന്. അതല്ല വാസ്തവം. ദ്രവ്യമുണ്ടായത് പിന്നെയാണ്, ജ്ഞാനമുണ്ടായത് പിന്നെയാണ്, ക്രിയ ഉണ്ടാവുന്നത് പിന്നെയാണ്. ഈ ദ്രവ്യം ജ്ഞാനം ക്രിയ എന്ന് പറയുന്നത് മനസ്സ് സങ്കല്പിക്കുന്ന ഭ്രമമാണ്. സ്വപ്നത്തിൽ ഉണ്ടാവണില്ലേ ഇത് മൂന്നും? ഒരു ഭൗതികം, പാഞ്ചഭൗതിക ലോകം മനസ്സ് സൃഷ്ടിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാ സൃഷ്ടിച്ചേ? മനസ്സിൻ്റെ കയ്യിൽ എന്തുണ്ട് വസ്തു? നിങ്ങൾ തന്നെ പറയണു, മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളിലാണ്, സാങ്കല്പികമാണ്, ഭാവനാത്മകമാണെന്ന്. ആ മനസ്സ് എങ്ങനെയാ ദ്രവ്യ ക്രിയ ഒക്കെ അടങ്ങുന്നതായ പൂർണ്ണമായ ഒരു ലോകം സ്വപ്നത്തിൽ സൃഷ്ടിച്ചത്? ലോകം സ്വപ്നത്തെ സൃഷ്ടിച്ചോ അതോ മനസ്സ് സൃഷ്ടിച്ചോ? മനസ്സ്. എവിടെ ഇരിക്കുന്ന മനസ്സ്? ശരീരത്തിൻ്റെ ഉള്ളിൽ. അപ്പം ശരീരത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് വിസ്തൃതമായ ഒരു ലോകം സൃഷ്ടിക്കാൻ മനസ്സിന് സാധിച്ചു, നിങ്ങൾ അനുഭവിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സൃഷ്ടിവിശേഷം എത്രയാ? ഒന്ന് ആലോചിച്ച് എനിക്കൊന്ന് പറയൂ, കാണിച്ചു തരൂ. ദ്രവ്യജ്ഞാനക്രിയാഭ്രമ ആശു നിർവാണം സംയാസ്യതി. ദ്രവ്യം, ജ്ഞാനം, ക്രിയ ഇതൊക്കെ വേറെ വേറെയാണ്. വെള്ളം തണുത്തപ്പോൾ ഐസായി, വെളുപ്പ് നിറത്തോടു കൂടി കട്ടിയായി. ആ വെള്ളം തന്നെ ചൂടാക്കിയപ്പോൾ അത് നീരാവിയായി എന്ന് പറഞ്ഞതുപോലെ ഈ ദ്രവ്യം, ജ്ഞാനം, ക്രിയ എന്നൊക്കെ പറയുന്നത് വേറെയാണെന്നാണ് നിങ്ങളുടെ വിചാരം. അതൊരു ഭ്രമമാണത്രേ. ആ ഭ്രമം പോയി. ഇതൊരു ഭേദബുദ്ധിയാണ്. ഇപ്പം ഇവിടെ എന്താ വന്നത്? ഇപ്പോൾ ഇവിടെ ദ്രവ്യം, ജ്ഞാനം, ക്രിയ എന്ന് പറയുന്നത് ഭ്രമമാണെന്നും ആ ഭ്രമം എന്നേക്കുമായി അവസാനിക്കുന്നു എന്നുമാണ് പറഞ്ഞത്. ദേവകിക്ക് ജനിച്ച് അമ്പാടിയിൽ വളർന്ന് മധുരയ്ക്ക് വന്ന് സമുദ്രത്തിൻ്റെ ഉള്ളിൽ ഒരു ദ്വാരക നിർമ്മിച്ച് അവിടെ അധിവസിച്ച് വന്ന കൃഷ്ണനുണ്ടല്ലോ, അദ്ദേഹം എല്ലാവിധത്തിലും പരമാത്മാവാണ്. പക്ഷെ ആ കൃഷ്ണൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്രയോ കാലം മുൻപ് ഉണ്ടായതാണ് അനാദിയായ വേദങ്ങൾ. ആ വേദങ്ങളുടെ അവസാനത്തെ മൊഴിയാണ് ഉപനിഷത്ത്. ആ ഉപനിഷത്തിലെല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളെ എന്തെങ്കിലും തറച്ച് തള്ളി മാറ്റി ഒന്നും ചെയ്യാൻ കൃഷ്ണന് പറ്റില്ല. അതാണ് കൃഷ്ണൻ പറയുന്ന സമയത്ത് എപ്പോഴും ആദ്യമായിട്ട് പറഞ്ഞത് എന്താ? എൻ്റെ തന്നെ പൂർവീകനായിരിക്കുന്ന യദു ഒരു അവധൂതനെ കണ്ട് സംസാരിച്ചു. ആ സംസാരിച്ച വർത്തമാനം ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഉദ്ധവനോട് സംസാരിച്ചത്. അപ്പോൾ പൂർവ്വവൃത്താന്തങ്ങൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ സംസാരിക്കുന്ന സമയത്ത് വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഉള്ള തത്വങ്ങളെ മാറ്റി നിർത്താനൊന്നും പറ്റില്ല. അതിനനുസരിച്ച് അതിന് ഉപോദ്ബലകമായോ അത് സ്ഥിരീകരിച്ചുകൊണ്ടോ സംസാരിക്കാനേ പറ്റുള്ളൂ. അതാണ് അദ്ദേഹം ധ്യാനമൊക്കെ മഹാവിഷ്ണു എന്ന് പറഞ്ഞ് തുടങ്ങിയാലും ഇവിടെ ഈ മഹാവിഷ്ണുവിനെ പറ്റി പറയുന്നത് ആരാ? കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണൻ തന്നെ മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണജന്മമാണെന്ന് പറയുമല്ലോ. അപ്പോൾ കൃഷ്ണൻ തന്നെ മഹാവിഷ്ണുവിനെ പറ്റി പറയുന്നു. പറഞ്ഞ് അവസാനിക്കുന്നത് എന്താ? ധ്യാനിക്കണം എന്ന്. ധ്യാനിച്ചു കഴിഞ്ഞാലോ യോഗിയുടെ മനസ്സ് ശുദ്ധമാവും. ശുദ്ധമായാലോ ഭ്രമം പോകും. എന്താണ് ഈ ഭ്രമം? ദ്രവ്യം, ജ്ഞാനം, ക്രിയ. ഇവിടെ പല വിധത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, പ്രവൃത്തികളുണ്ട്. പല വിധത്തിൽ നമുക്ക് അറിവും ഉണർവും അനുഭവം ഉണ്ടാകുന്നുണ്ട്. ഈ എല്ലാം തന്നെ ഒരു ഭ്രമമാണെന്ന ഇത് തന്നെ അദ്ദേഹം ആദ്യം ശ്ലോകഷട്കത്തിൽ പറഞ്ഞത്. എന്തെല്ലാം നമുക്ക് യദിദം മനസാ വാച ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത്? ശ്ലോകഷട്കം എന്ന് പറഞ്ഞ് ഞാൻ ഊന്നി പറയണ്ടായത് ഉദ്ധവനോട് ആദ്യമായി പറഞ്ഞ 6 ശ്ലോകങ്ങളാണ്. അതിൽ പറയാണ്
യദിദം മനസാ വാചാ ചക്ഷുർഭ്യാം ശ്രവണാദിഭി. ഇവിടെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ എന്തെല്ലാം സൂചിപ്പിക്കുന്നുണ്ടോ കാണുന്നുണ്ടോ അത് മുഴുവനും മായാമനോമയം വിദ്ധി. ഇത് മുഴുവനും മനോമയമാണ്. എന്താ ഈ മനോമയത്തിനർത്ഥം? മനസ്സ് ദ്രവ്യമല്ലല്ലോ, അല്ല. അപ്പോൾ ഇവിടെ കാണുന്ന ദ്രവ്യപ്രപഞ്ചം മുഴുവനും മനോമയമാണെന്ന് പറയുമ്പോൾ എന്തായി? ഒക്കെ മനസ്സാ, ദ്രവ്യമൊന്നും വേറെയില്ല, മായയാണത് എന്ന് പറഞ്ഞു. ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം. ഇതാണ് ഹംസഗീതയിൽ പറഞ്ഞത്. ഈ കാണുന്നത് മുഴുവൻ ഒരു വിഭ്രമമാണ്, മനസ്സ് തന്നെ രചിക്കുന്നതായ വിലാസമാണിത്. ഇവിടെ വിജ്ഞാനം മാത്രമേ ഇവിടെ ശോഭിക്കുന്നുള്ളൂ. വിജ്ഞാനമേകമുരുധൈവ വിഭാതിമായ എന്ന് പറഞ്ഞു. അതേ സത്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് എവിടുന്നാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, മുണ്ടകോപനിഷത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയെപ്പറ്റി ശൗനകൻ, ഒരു ഗൃഹസ്ഥൻ, അങ്കിരസിൻ്റെ അടുത്ത് ചെന്നു. എന്തിനെ അറിഞ്ഞാലാ എല്ലാം അറിയാൻ സാധിക്കുക? കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതീതി എന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുകയാണ്, രണ്ട് തരത്തിലുള്ള വിദ്യയാണ്, പരാവിദ്യ, അപരാവിദ്യ. അപരവിദ്യയിൽ പെടുന്നതാണ് വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം തന്നെ, ഓൾ ബ്രാഞ്ചസ് ഓഫ് ഓബ്ജക്റ്റ് നോളജ്. പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ അതിൽ പെടുന്നതാണ്. അപ്പം പരാവിദ്യ എന്താ? യയാതു തത് അക്ഷരമധിഗമ്യതേ. ആ ഇംപെറിഷബിൾ, അനശ്വരമായിരിക്കുന്ന പൊരുളിനെ വെളിപ്പെടുത്തി തരുന്നത് മാത്രമേ പരാവിദ്യയുള്ളൂ എന്ന് പറഞ്ഞ് പരബ്രഹ്മത്തിനെ പറ്റി വർണ്ണിക്കാൻ തുടങ്ങുക. അതിനാദ്യ ഭാഗത്ത് പറയുകയാണ് എന്ത്? തപസാ ചീയതേ ബ്രഹ്മ തതോന്നമഭിജായതേ അന്നാത് പ്രാണോ മനസ്സത്യം ലോകാഹ കർമ്മസുചാമൃതം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഇതൊക്കെ കേൾക്കണമെന്നാ, കേൾപ്പിക്കണമെന്നാണ് ഒരു ചോദ്യം. കേൾപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടാണല്ലോ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കേൾക്കണമെന്നുള്ളതാണ്. പലരും പറയുന്നു, സ്വാമിജി ഈ ഭാഗവതം മാത്രമാണെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഇത്രത്തോളം അത് മനസ്സിൽ പതിയില്ല. സ്വാമിജി ഓരോ ശ്ലോകത്തിനും അനുബന്ധമായിട്ടും അനുയോജ്യമായും മറ്റ് പല ശാസ്ത്രങ്ങളിൽ നിന്നും എടുത്തു പറയുമ്പോൾ അതേ വിഷയം കുറേ കൂടി അവതരിപ്പിക്കുക എന്നുള്ളൊരു ഫലം അതിനുണ്ട്. അത് മാത്രമല്ല, അതിലൊരു വെറൈറ്റിയോടുകൂടി മുൻ ശാസ്ത്രങ്ങളും പിൻശാസ്ത്രങ്ങളും അതേ സത്യം പറയുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് കേൾക്കാൻ എന്നതുപോലെ ഉൾക്കൊള്ളാനും സുഗമമായി തീരുന്നു. അപ്പോൾ അതൊക്കെ ഓർമ്മ വെച്ചുകൊണ്ട് പറയാണ്, തപസാ ചീയതേ ബ്രഹ്മ. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താ? അത് ദ്രവ്യമല്ല, ഊർജമല്ല, ഇതൊന്നുമല്ലാത്ത ഒരു ചേതനാവിശേഷമാണ്, പ്രജ്ഞയാണ്. അതിന് മാത്രമേ തപസ് എന്ന് പറഞ്ഞ ഒരു തപനം പ്രക്രിയയുള്ളൂ. ഒരു ദ്രവ്യത്തിന് തപസ് ചെയ്യാൻ പറ്റില്ല, ഊർജത്തിന് തപസ് ചെയ്യാൻ പറ്റില്ല. തപസ് ചെയ്യണമെങ്കിൽ അത് ബ്രഹ്മത്തിനാണ്. അപ്പം നിങ്ങളെ കയ്യും കാലും കെട്ടി കണ്ണും കെട്ടി ഒരു സ്ഥലത്ത് അങ്ങോട്ട് കൊണ്ടിട്ടാൽ നിങ്ങൾക്ക് അനങ്ങാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പോഴും നിങ്ങളുടെ മനസ്സ് അവിടെ ഇരുന്ന് തപിക്കും. ആ തപനം എന്ന് പറയുന്നത് മനസ്സിന്, ഉണർവിന് മാത്രമേ പറ്റുള്ളൂ. ആ ഉണർവ് രൂപമായിട്ടുള്ളതായ ബ്രഹ്മമുണ്ടല്ലോ, ആ ബ്രഹ്മം തപസ്സിനാലാണ് വർദ്ധിച്ചത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? തപസാ ചീയതേ ബ്രഹ്മ. പരബ്രഹ്മം ദ്രവ്യാതീതം, ഊർജാതീതം, സൃഷ്ടിക്ക് അപ്പുറത്തുള്ളത്. ആ ബ്രഹ്മം തപസ്സുകൊണ്ടാണ് വർദ്ധിച്ചത്. തതഃ, ആ തപസ്സിൽ നിന്നാണ് അന്നം അഭിജായതേ. അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് മാത്രമല്ല, ഭക്ഷണമൊക്കെ ദ്രവ്യമയമാണ്. ദ്രവ്യമുണ്ടായത്. അന്നാത് പ്രാണോ മനസ്സത്യം. ആ അന്നത്തിൽ നിന്നാണ് പ്രാണൻ. എന്താ ഈ പ്രാണൻ? ദ്രവ്യത്തിൽ പ്രവർത്തിക്കുന്നതായ ഒരു ശക്തിവിശേഷം, കോസ്മിക് ലൈഫ് ഫോഴ്സ് എന്ന് പറയും. ആ കോസ്മിക് പ്രാണൻ ഉണ്ടായത് അന്നത്തിൽ നിന്നാണ്. മനഃ സത്യം,